ഗൈസ്, ഇറ്റ്സ് മീ ഫർഹാൻ സർ ഫ്രം MS സൊല്യൂഷൻ. ഇനി ഇതിന് വേറൊരു സൊല്യൂഷൻ. നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഫിസിക്സ് ഒക്കെ ധാരാളം പഠിക്കാനുണ്ട്. ഏകദേശം 10-11 ചാപ്റ്ററോളം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഫിസിക്സ് പഠിക്കാനുണ്ട്. എല്ലാവരും ഭയങ്കര ടെൻഷനിലല്ലേ? നമുക്ക് ആ ടെൻഷൻ ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് നേടുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടുകൂടെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്രിസ്മസ് അടിച്ചങ്ങോട്ട് പൊളിക്കാൻ വേണ്ടി പറ്റും. അതിന് യാതൊരു സംശയവുമില്ല. ഏതൊരു ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ഒരു പാറ്റേൺ ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ ലൈവുകളും കാര്യങ്ങളും ഒക്കെ എന്തായിരിക്കും, ആ രീതിയിലായിരിക്കും വരിക. അപ്പൊ എല്ലാവരും കട്ടക്ക് കൂടെ നിന്നോളി. നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ ആദ്യ ഘട്ടം എന്നോണം നമ്മൾ ക്രിസ്മസ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ഡെറിവേഷൻസും ഒരൊറ്റ വീഡിയോയിൽ സാർ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. നേരെ ഒന്നാമത്തെ ഡെറിവേഷൻ എന്താ, ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ യൂണിസൈ മെഷർമെന്റ് അല്ല, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. നമുക്കറിയാം യൂണിഫോം ആക്സിലറേഷന്റെ കേസിൽ ഇങ്ങനെ വെലോസിറ്റി y ആക്സിസിലും ടൈം x ആക്സിലും നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ സാർ ഇങ്ങനെയാണല്ലോ ഞാൻ വരച്ചിരുന്നത്, ഇതെന്താ സാർ ഇവിടെ കൊണ്ടുപോയി വരച്ചിരുന്നു. അതായത് ആ ബോഡിക്ക് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അതായത് ഇങ്ങനെയാണ് ഒരു യൂണിഫോം ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സാർ എന്താ ഇങ്ങനെ എല്ലാം കൂടെ എഴുതി വെച്ചാണ്. അതായത് സാർ ഇങ്ങനെ ഓരോന്ന് എഴുതി കഴിയുമ്പോൾ ഇതിന് കുറേ സമയം കഴിയും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ അറിയുന്ന ചില ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി എന്തായിരിക്കും, അറിയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ അത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ യൂസിങ് ദ ഗ്രാഫ്, അതിന്റെ ഡെറിവേഷൻ പോവാണ്. വെലോസിറ്റി ടൈം റിലേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ, ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ. ഈ മൂന്ന് റിലേഷനും നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ അതിൽ ഒന്നാമത് വെലോസിറ്റി ടൈം റിലേഷൻ അല്ലെങ്കിൽ VT റിലേഷൻ എന്ന് പറയും. VT റിലേഷൻ എന്ന് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അതെന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഗ്രാഫിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അത് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും കിട്ടുക, ആക്സിലറേഷൻ ആയിരിക്കും കിട്ടുക. ഇനി അത് പെട്ടെന്ന് സാർ ആക്സിലറേഷൻ ആണോ ഏരിയ ആണോ എന്നുള്ള സംശയമുള്ള സാർ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇതായി കേട്ടോ. ഓക്കെ, അടുത്ത് വെലോസിറ്റി ടൈം ഗ്രാഫ്, അത് കഴിഞ്ഞിട്ട് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വെലോസിറ്റി, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ആക്സിലറേഷൻ. ഇനി നേരെ തിരിച്ചിട്ടു ആരോടൊന്ന്, ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ വെലോസിറ്റി, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചാൽ പിന്നെ നിങ്ങൾ അത് മറക്കൂല. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. സ്ലോപ്പ് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം, y ആക്സിസ് ഡിവൈഡഡ് ബൈ x ആക്സിസ് അല്ലെങ്കിൽ ടാൻ തീറ്റ. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ഇവിടെ y ആക്സിസ് ഡിവൈഡഡ് ബൈ x ആക്സിസ് എന്നുള്ള ഇക്വേഷൻ എടുക്കുന്നു. അപ്പൊ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു y ആക്സിസ് ഡിവൈഡഡ് ബൈ x ആക്സിസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഇതല്ലേ നമ്മുടെ ഗ്രാഫ്, ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പൊ ഇതിന്റെ y ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ y ആക്സിസ്, ഇതല്ലേ x ആക്സിസ്. അതെ സാർ. അപ്പൊ y ആക്സിസ് എന്ന് പറയുമ്പോൾ v മൈനസ് യു ആയിരിക്കും. ഇത് ടോട്ടൽ v ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് u ആയത് കാരണം ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. അപ്പൊ v മൈനസ് യു. അപ്പൊ y ആക്സിസ് നമുക്ക് v മൈനസ് യു ഡിവൈഡ് ബൈ x ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. അത് 0 മുതൽ എവിടെ വരെയാണ്, t വരെ. അപ്പൊ x ആക്സിസ് t എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഈ ടിയെ ഞാൻ ഇക്വേറ്ററിന്റെ ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പൊ a ഇൻറ്റു ടി ആയിട്ട് മാറും. അപ്പൊ v മൈനസ് യു ഈസ് ഈക്വൽ ടു a ഇൻറ്റു ടി. യുവിനെ ഞാൻ അപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറഞ്ഞാൽ. സാർ ഇത് എഴുതി വെച്ചതുകൊണ്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് എത്തും. സാർ എന്ത് ചെയ്യും, അതിന്റെ ഇടയ്ക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയും. അതൊന്നുമില്ല, നേരെ ഈ ഡെറിവേഷൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്തുള്ളൂ, ഒരു വിശ്രമമുള്ളൂ എന്നുള്ളതാണ് സാറിന് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അപ്പൊ രണ്ടാമത്തത് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ, ST റിലേഷൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. അതെന്താണെന്നുള്ളത്, അതായത് ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഏരിയ കണ്ടുപിടിച്ചാൽ മതി. യെസ് സാർ,
ആ കോഡിങ് ഭയങ്കര ഇഷ്ടമായിട്ട് സാറേ, അതാണ് അതല്ലേ. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി, ഈ ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്നുള്ളത്, ഇതല്ലേ നമ്മുടെ ഗ്രാഫ്. അപ്പൊ ഇതിന്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ ഉണ്ട്. അപ്പൊ ഇത് ഇവിടുത്തെ ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് രണ്ട് ഭാഗമാക്കി മാറ്റാം. ഒന്നെന്താണ് ഒരു റെക്ടാംഗിളും മറ്റൊന്നാണ് ഒന്ന് ട്രയാംഗിളും ആണ്. അപ്പോൾ ഈ രണ്ട് ഏരിയയും കൂടെ ആഡ് ചെയ്താൽ അവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്, ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ഏരിയ ഓഫ് റെക്ടാംഗിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാംഗിൾ അല്ലേ. റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ ഇതാണ്, അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും. ദെൻ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റും ആയിരിക്കും. ക്ലിയർ അല്ലേ. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അപ്പൊ ഇതല്ലേ ലെങ്ത്, അപ്പൊ ടി ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്, യു ആണെന്നത്, യു ഇൻറ്റു ടി. ഓക്കെ, അപ്പൊ യു ടി. ഓക്കെ, ഏരിയ ഓഫ് റെക്ടാംഗിൾ കഴിഞ്ഞു. ഇനി ഏരിയ ഓഫ് ട്രയാംഗിളിന്റെ കേസിലേക്ക് എടുക്കുമ്പോൾ ഇതല്ലേ നമ്മുടെ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ, ഇതാണ് നമ്മുടെ ബേസ്, ഇതാണ് നമ്മുടെ ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നേരത്തെ നമുക്കറിയാം വി മൈനസ് യു ആണ്. ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ടി ആണ്. അപ്പൊ വി മൈനസ് യു ഇൻറ്റു ടി. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് നേരത്തെ അറിയാവുന്ന ഇക്വേഷൻ ആണ് വി ഇസ് ഈക്വൽ യു പ്ലസ് എ ടി കിട്ടും. അപ്പൊ അതിൽ ഞാൻ യുവിന് ഇങ്ങോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ വി മൈനസ് യു ഇസ് ഈക്വൽ എന്തെന്ന് കിട്ടി, എ ടി എന്ന് കിട്ടി. അപ്പൊ ഞാൻ ഈ ഇക്വേഷനിൽ വി മൈനസ് യുക്ക് പകരം ഇവിടെ എ ടി എന്ന് കൊടുത്തു. അപ്പൊ എ ടി ഇൻറ്റു ടി എന്തായിരിക്കും, ടി സ്ക്വയർ. അപ്പൊ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷനും കിട്ടി. എസ് ഇസ് ഈക്വൽ ടു എന്താ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. കഴിഞ്ഞു. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ റിലേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ, നമ്മൾ എസ് വി റിലേഷൻ എന്ന് പറയും. ഇതിനും നമ്മൾ യൂസ് ചെയ്യുന്ന, നേരത്തെ യൂസ് ചെയ്ത അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഏരിയ കണ്ടുപിടിക്കുകയാണ്. അതായത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് തരും. പക്ഷേ കഴിഞ്ഞ കേസിൽ നമ്മൾ റെക്ടാംഗിളും ട്രയാംഗിളും ആയിട്ട് എടുത്തുവെങ്കിൽ ഇത് ശരിക്കും എന്തായിരിക്കും, ഒരു ട്രപ്പീസിയം മോഡൽ അല്ലേ. അത് ശരിയാണല്ലോ സാറേ, സാധാരണ നമ്മൾ ട്രപ്പീസിയം എന്താ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു മോഡലാണ് ഇപ്പൊ നമ്മുടെ എന്തുള്ളത്, ഗ്രാഫ്. ഈ ഒരു ഗ്രാഫിന്റെ അണ്ടറുള്ള ഏരിയ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാലും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അങ്ങനെയാണ് ആ ട്രപ്പീസിയത്തിന്റെ ഏരിയ ഉപയോഗിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രപ്പീസിയം. റെക്ടാംഗിളിനും ട്രയാംഗിളിനും പകരം ഞാൻ എന്തെടുത്തു, ട്രപ്പീസിയം എടുത്തു. ക്ലിയർ അല്ലേ. അപ്പൊ ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് അറിയോടാ. ട്രപ്പീസിയം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഓക്കെ, അതായത് ഇങ്ങനെയാണ്. ഇതാണ് ട്രപ്പീസിയം എന്നുണ്ടെങ്കിൽ ഇത് എ, ഇത് ബിയും ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എച്ചും ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. ഇതാണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതാണ് സാറിന് അവിടെ മനസ്സിലായത്. ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. അപ്പൊ ഇതിങ്ങനെ നോക്കുമ്പോൾ ഇതിങ്ങനെയല്ല ട്രപ്പീസിയം ഉള്ളത്, കുറച്ച് ചെരിഞ്ഞിട്ട്, അതായത് ഇങ്ങനെയുള്ള ട്രപ്പീസിയം ഇപ്പൊ എങ്ങനെയുള്ളത്, ഇതാ ചെരിഞ്ഞിട്ട്, ഇങ്ങനെയാണ് ട്രപ്പീസിയം ഉള്ളത്. ക്ലിയർ അല്ലേ. അപ്പൊ ഈ സൈഡ് എയും ഈ സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, ബിയും ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, യു ആയിരിക്കും. ബി എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അതെന്താണ്, ബി ആണ്. അപ്പൊ എ പ്ലസ് ബിക്ക് വരെ നമുക്ക് വി പ്ലസ് യു എന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രപ്പീസിന്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. അതെന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അത് ടി യു ആണ്. ക്ലിയർ അല്ലേ. അപ്പൊ ഇത് എ എടുത്തു. അപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്യാം, ഇത് എ. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ബി എന്ന് പറഞ്ഞാൽ, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ടി എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഹാഫ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു ടി എന്ന് കിട്ടി. ഇനി വീണ്ടും നമ്മുടെ വെലോസിറ്റി ടൈം റിലേഷനിലേക്ക് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ. അപ്പൊ വി മൈനസ് യു ഇസ് ഈക്വൽ എന്തായിരിക്കും, എ ടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അപ്പൊ വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ, ദാറ്റ് ഇസ് ഈക്വൽ ടു ടി അല്ലേ. അപ്പൊ ഞാൻ ഈ ഇക്വേഷനിലെ ടിക്ക് പകരം വി മൈനസ് യു ബൈ എ എന്ന് കൊടുക്കുന്നു. നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താടാ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പൊ അതേപോലെ ഒരു ഇക്വേഷനിൽ ഇതാ ഇവിടെ വന്നിട്ടുള്ളത് നോക്ക്, വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു. അതെ സാർ. അപ്പൊ എന്തായിരിക്കും, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും, എ വരും. ക്ലിയർ അല്ലേ. ഈ 2നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, എനെയും ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പൊ എന്താ വരിക, 2as. ഇവിടെ എന്ത് വരും, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. യെസ് സാർ. അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് യു സ്ക്വയറിനെ ഞങ്ങൾ എന്തായി, പ്ലസ് യു സ്ക്വയർ ആയിട്ട് മാറും അല്ലേ. അപ്പൊ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് നമ്മുടെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടി പറ്റും. ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് കേസിലാണ്, യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ
മോഷന്റെ കേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഏത് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ കേസ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഗ്രാഫ് ഇങ്ങനെ വരച്ചത്. ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ആകെ ക്ലോസ്. ഓക്കെ അല്ലേ? അതായത് ഒന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ കേട്ടോ. മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ആകെ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഡെറിവേഷൻ ആയിട്ട് ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ നിന്ന് ചോദ്യം വരുള്ളൂ. ക്ലിയർ അല്ലേ? അതിൽ നിന്നാണ് ചോദ്യം വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. അവിടെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് ബൈ അനലിറ്റിക്കൽ മെത്തേഡ്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് വെക്ടർ. ഓക്കെ, അതായത് നമുക്കറിയാം വെക്ടേഴ്സ് ആണ് അല്ലെ. വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പാരലലോഗ്രാം ലോയും അതേപോലെ ട്രയാങ്കുലാർ ലോയും ആണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോ പാരലലോഗ്രാം ലോയ് വെച്ചിട്ടാണെങ്കിലും ട്രയാങ്കുലാർ ലോയ് വെച്ചിട്ടാണെങ്കിലും രണ്ടിന്റെയും റിസൾട്ടന്റെ ഇക്വേഷൻ ഒന്നാണ്. ആ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാ? പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. എന്താ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞ മക്കളെ? രണ്ട് വെക്ടേഴ്സ് ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമുക്ക് വേണ്ടത്. ആ റിസൾട്ടന്റ് എത്ര എന്നുള്ള നീളം കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ്. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ട് എക്സ്പ്രഷൻ ഫോർ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ കേട്ടോ. രണ്ടും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് വെക്ടേഴ്സ്, ഒരു വെക്ടർ ഏതാ ഇവിടെ, രണ്ടാമത്തെ വെക്ടർ ദാ ബി. ഇവർ രണ്ടുപേരും ടെയിലും ആണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം, അവിടെ പാരലലോഗ്രാം ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിന്റെ അപരന്മാരെ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇവന്റെ അതേപോലുള്ള ആളതാ ഇവിടെ, ഇവന്റെ അതേപോലുള്ള ആളതാ ഇവിടെ. അപ്പൊ ഇതൊരു പാരലലോഗ്രാം ആയിട്ട് മാറിയില്ല? യെസ് സാർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഇതായിരിക്കും, ഈ ഡയഗണൽ ആയിരിക്കും അതിന്റെ എന്തെന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ. ആ റിസൾട്ടന്റ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ പാരലലോഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകണം. എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിനെ ഞാൻ കുറച്ചും കൂടെ നീട്ടി വരച്ചു. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. എന്താ സാറേ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ സാറേ ഇവർക്കിടയിലുള്ള ഈ രണ്ട് വെക്ടേഴ്സിനിടയിലുള്ള ആംഗിൾ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തന്നെ ആയിരിക്കും തീറ്റ. അതെങ്ങനെയാ സാറേ? ഈ ബീനെ അല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ച? ആ അതെ സാർ. ഈ എനെ അല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ച? അതെ സാർ. അപ്പൊ ഈ എന്റെയും ബീന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവർക്കിടയിലുള്ള ആംഗിൾ തന്നെ ആയിരിക്കും തീറ്റയായിരിക്കും. ഓക്കെ സാർ, സെറ്റ്. അതിനൊന്നും ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ ഈ റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാണ്. അപ്പൊ നമുക്ക് അവിടെ പൈതഗോറസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ഫ്രം ദ ട്രയാംഗിൾ OQS ഞാൻ പൈതഗോറസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ദാറ്റ് ഈസ് OQ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ദാറ്റ് ഈസ് OS സ്ക്വയർ പ്ലസ് QA സ്ക്വയർ. ഈ OS എന്നുള്ളതിന് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ON പിന്നെ പ്ലസ് NS ആണോ? ON പ്ലസ് NS ഹോൾ സ്ക്വയർ ചെയ്താൽ OSന് പകരം ഞാൻ ON പ്ലസ് NS എഴുതിയ പ്ലസ് QS ഹോൾ സ്ക്വയർ. ഓക്കെ, കുഴപ്പമില്ല. ഇനി ON ONS QS അതാണ് നമ്മൾ അടുത്തായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. OQ എന്ന് പറഞ്ഞാൽ നമ്മൾ R എന്ന റിസൾട്ടന്റ് R എന്ന് റെപ്രസെന്റ് ചെയ്തു. ഈ ON എന്ന് പറഞ്ഞാൽ അത് A ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി NSഉം QSഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. NSഉം QSഉം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ചെറിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ട്രയാംഗിൾ NSQ അല്ലെ, അല്ലെങ്കിൽ QNS എന്നുള്ള ആ ട്രയാംഗിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആദ്യം അതിൽ ഞാൻ കോസ് തീറ്റ ഞാൻ ചെയ്യാണ്. ഏതാ ചെയ്യുന്നത്? കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താടാ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ അഡ്ജസന്റ് ആരാ? NS. ഹൈപ്പോട്ടന്യൂസ് ആരാ സാറേ? NQ അല്ലെങ്കിൽ QN. ഓക്കെ, ദാറ്റ് ഈസ് NS ഡിവൈഡഡ് ബൈ ഈ QN നമ്മൾ വരച്ചതാ ഇവന്റെ അതേപോലുള്ള ആളല്ലേ ഇവിടെ വരച്ചത്. അപ്പൊ ഇവന്റെ മാഗ്നിറ്റ്യൂഡ് B ആണെങ്കിൽ ഇവന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കും BN ആയിരിക്കും. ആ ഓക്കെ സാർ, ഇതും BN ആണ് അല്ലേ. അപ്പൊ ഞാൻ QN പകരം ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? ഈ ഇക്വേഷനിൽ QN പകരം ഞാൻ ഇവിടെ B എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ ബീനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്താൽ NS is equal to B cos theta എന്ന് കിട്ടി. അപ്പൊ ഈ ഇക്വേഷനിൽ OQ കിട്ടി, ON കിട്ടി, NS കിട്ടി. ഇനി QS ആണ്. അപ്പൊ ആ QSന് വേണ്ടി ഞാൻ ഈ ഒരു ചെറിയ ട്രയാംഗിൾ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ QS എന്ന് പറഞ്ഞാൽ കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ സൈൻ തീറ്റ ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആരാടാ? QS ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ആരാടാ? QN ആണ്. ദാറ്റ് ഈസ് QS ഡിവൈഡഡ് ബൈ QN എന്ന് വന്നു. അപ്പൊ QS ഡിവൈഡ് ബൈ QN. QN എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം B തന്നെയാണ്. അപ്പൊ QS ഡിവൈഡഡ് ബൈ എന്തെന്ന് വന്നു? B എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഈ ബീനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു.
ക്ലിയർ? അപ്പോൾ ബി ഞാൻ ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ക്യു എസ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലെ എല്ലാ ടേമുകളും കിട്ടി. ഒ ക്യു എന്ന് പറഞ്ഞാൽ ആറാണ്, ഒ എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എ ആണ്, അതേപോലെ എൻ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബി കോസ് തീറ്റയാണ്, ക്യു എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബി സൈൻ തീറ്റയാണ്. അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് നേരെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ സ്ക്വയർ. ഇനി ഞാൻ ഇത് എക്സ്പാൻഡ് ചെയ്യാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab ബി കോസ് തീറ്റ അല്ലെ സെക്കൻഡ് ടേം. അപ്പോൾ 2ab കോസ് തീറ്റ പ്ലസ് അടുത്തത് ബി സ്ക്വയറിന് വരും ബി കോസ് തീറ്റയാണ് അവിടെ. അപ്പം എന്തായിരിക്കും വരിക ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അതേപോലെ ഇവിടെയുണ്ട് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പം എന്തായിരിക്കും ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. യെസ് സാർ. അപ്പം ഇത്ര എളുപ്പമായിരുന്നു അല്ലേ. അപ്പം ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ആർ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ അവിടെ വെച്ചിട്ട് ഈ ബി സ്ക്വയർ ഇവിടെ രണ്ടിലും കോമൺ അല്ലേ. അപ്പോൾ ബി സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ വരിക സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അതിന്റെ വാല്യൂ എത്രയാണ് സാറേ 1 ആണ്. അപ്പോൾ ബി സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് ബി സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പിന്നെ ഇവിടുത്തെ ബി സ്ക്വയർ പിന്നെ ഇവിടുത്തെ 2ab കോസ് തീറ്റ. കഴിഞ്ഞില്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ റൂട്ട് എടുക്കുകയാണെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതാണ് ഇവിടുത്തെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിത് സ്ലോ ആക്കി പറയാത്തതെന്ന് വെച്ചാൽ സ്ലോ ആക്കി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം സാറ് എഴുതുന്നൊന്നുമില്ല അല്ലേ. ഫാസ്റ്റ് ആക്കി പറഞ്ഞാൽ നിങ്ങൾക്കും അത്രയും ലാഭമാണ്. പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന സാർ കേട്ടോ. ഓക്കെ, ഉഷാറായിട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമോട് കൂടി എന്ത് ചെയ്യണം, ഈ +1ന്റെ പേടി നമുക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ട് മാറ്റണം. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് വെക്ടർ. ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ഇതല്ലേ നമ്മുടെ റിസൾട്ടന്റ് ആയിട്ടുള്ള വെക്ടർ. അപ്പോൾ അതിന്റെ ഈ ഡയറക്ഷൻ ഞാൻ ആൽഫ എന്ന് മാർക്ക് ചെയ്യണേ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ എയു ആയിട്ടുള്ള ഡയറക്ഷൻ എന്ത് ചെയ്യാണ് ആൽഫ അല്ലെ എയു ആയിട്ടുള്ള ഉണ്ടാക്കുന്ന ആംഗിൾ ഞാൻ ആൽഫ എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണല്ലേ. അപ്പൊ ഓപ്പോസിറ്റ് ഏതാ ക്യു എസ്, അഡ്ജസന്റ് ഏതാടാ ഒ എസ്. അപ്പൊ നോക്കടാ ടാൻ ആൽഫ ഈസ് ഈക്വൽ ക്യു എസ് ഡിവൈഡ് ബൈ എന്താണ് ഒ എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ക്യു എസ് ഡിവൈഡ് ബൈ ഈ ഒ എസിന് നമുക്ക് ഇതാ ഒ എൻ പ്ലസ് എൻ എസ് എഴുതാൻ പറ്റും. ഒ എൻ പ്ലസ് എൻ എസ് നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെയാണ് ഒ എൻ പ്ലസ് എൻ എസ്. ക്യു എസ് നമുക്ക് നേരത്തെ അറിയാം, ക്യു എസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ബി സൈൻ തീറ്റ. പിന്നെ അടുത്ത ടൈം ഏതാടാ ഒ എന്നും എൻ എസും ആണ്. ഒ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എ ആണ്, എൻ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബി കോസ് തീറ്റയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഒ എസിന് ക്യു എസിന് വരും ബി സൈൻ തീറ്റ, ഒ എന്ന് വരും എ എന്ന് കിട്ടി പ്ലസ് ബി കോസ് തീറ്റ. ഇത്രയേ ഉള്ളൂ അല്ലേ. അതായത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ഈ ടേംസുകൾ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ പിന്നെ ആൽഫ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ക്യു എസിന് ബി സൈൻ തീറ്റ കൊടുത്തു, ഒ എന്നിന് ഞാൻ എ കൊടുത്തു, എൻ എസിന് ഞാൻ ബി കോസ് തീറ്റയും കൊടുത്തു. അപ്പോൾ ടാൻ ആൽഫ ഇസിക്കൽ ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇസിക്കൽ ടാൻ ഞാൻ അപ്പുറത്ത് എടുക്കുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ക്രിസ്മസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് സാറ് വീണ്ടും പറയുന്നു, ക്രിസ്മസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചിരിക്കേണ്ട ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണോ ഒന്നോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. നോട്ട് ചെയ്ത് വെച്ചോ, സാറ് അത്രക്കും ഉറപ്പായിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാണ് പറയുകയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ മൂന്ന് ആൾക്കാർ നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിക്കണേ. ആദ്യം ഞാൻ എന്താ ഈ ബ്ലാക്ക് കൊണ്ട് ഇതാ ഇങ്ങനെ വരച്ചു. ഇതാണ് നമ്മുടെ രണ്ട് ആക്സിസ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ് ഇവിടുന്ന് ഒരു ബോൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നു യു എന്നുള്ള വെലോസിറ്റിയിൽ. അപ്പൊ അത് പ്രൊജക്റ്റിൽ പാരബോളിക് പാത്തായിട്ട് ഇവിടെ വന്ന് വീണു. ഓക്കെ സാർ. അപ്പൊ ഇതിന് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു ആണ്. ഓക്കെ. അപ്പൊ യു എന്നുള്ളത് ഒരു വെക്ടർ ആണ്. വെക്ടറിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഒരു സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഇങ്ങോട്ടേക്കും രണ്ടാമത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഇങ്ങോട്ടേക്കും എടുത്തു അല്ലേ. അപ്പോൾ ഇവരുണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ തീറ്റയാണ്, ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ എത്രയാണ് തീറ്റയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ തീറ്റന്റെ അടുത്തുള്ള നമ്മൾ വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്തു, ഒരു കോമ്പണന്റ് ഇതാ ഇങ്ങനെയും ഒരു കോമ്പണന്റ് ഇതാ ഇങ്ങനെയും ഉണ്ട്. അപ്പോൾ തീറ്റന്റെ അടുത്തുള്ള കോമ്പണന്റ് ആണ് നമ്മുടെ യു കോസ് തീറ്റ എന്ന് പറയുമ്പോൾ, തീറ്റന്റെ എവേ ആയിട്ടുള്ള കോമ്പണന്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുമ്പോൾ യു സൈൻ തീറ്റ.
അപ്പൊ യു കോസ് തീറ്റ നമുക്ക് കിട്ടി, യു സൈൻ തീറ്റ. ഇനി യു ഇല്ല കേട്ടോ, ഇനി യു ഇല്ല. ക്ലിയർ അല്ലേ? ഇത്രയും പോയിന്റ് നിങ്ങൾ ഇനീഷ്യലി അറിഞ്ഞിരുന്നോളൂ. ഇനി നമ്മൾ അടുത്ത കേസിലേക്ക് പോകണം, ഫസ്റ്റത്തെ ഡെറിവേഷനിലേക്ക് പോവാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അതേ എർത്തിന് അതേ പൊസിഷനിൽ എത്തുമ്പോഴുള്ള ആ ടൈം എത്രയാണ്, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഇങ്ങനെ പോയതാ ഇവിടെ എത്താനുള്ള ടൈം എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ശരിക്കും നോക്കിയാൽ ഇത് എക്സ് ആക്സിസിലുള്ള വെലോസിറ്റിയും ഇത് ഏതാണ് വൈ ആക്സിസിലുള്ള വെലോസിറ്റിയും. ഇനി എക്സ് ആക്സിൽ ആക്സലറേഷൻ ഉണ്ടാവുമോ? ഇല്ല. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് ആക്സലറേഷൻ ഏതിന്റെ കേസ് ഉണ്ടാവില്ല, പ്രൊജക്ടൈൽ മോഷൻ ഉണ്ടാവില്ല. അതായത് എക്സ് ആക്സിൽ ഒരു ആക്സലറേഷനും ഉണ്ടാവില്ല. വൈ ആക്സിലുള്ള ആക്സലറേഷൻ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുക, മൈനസ് ജി എന്നാണ്. അത് താഴേക്ക് മൈനസ് ജി എന്നുള്ള രീതിയിൽ അവിടെ ഉണ്ടാവും ചെയ്യും. ക്ലിയർ? അപ്പൊ ഇവിടെ ഇതിന് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഈ യു കോസ് തീറ്റ എന്നുള്ളത് യു എക്സ് എന്നും യു സൈൻ തീറ്റ എന്നുള്ളത് ഞാൻ യു വൈ എന്നും എന്ത് ചെയ്യും, മാർക്ക് ചെയ്യാണ്. ഇനി ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താ ഇങ്ങനെയല്ലേ പോകുന്നത്? അപ്പൊ ഇത് വൈ ആക്സിസിൽ പോകുന്ന രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് തോന്നുന്നത്. അതായത് മുകളിലേക്ക് ഞാൻ ബോൾ എറിയുകയാണെങ്കിൽ അത് ഇങ്ങനെ ഉയർന്നു പോകുന്ന രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതാണ് നമുക്ക് ഇവിടെ വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മാത്രം മതിയടാ, വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രം മതി. എന്ത് മാത്രം മതി? വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രം മതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷനാ. ഏതാ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അത് ഏത് ഡയറക്ഷനിൽ മാത്രം സാറേ? വൈ ആക്സിസിലുള്ള ഡയറക്ഷനിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ടാണ് സാറ് എസ് വൈ ഇസ് ഈക്വൽ ടു യു വൈ ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ എഴുതാനുള്ള കാരണം. എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിനെ പകരം എന്ത് ചെയ്തു, എസ് വൈ, അതായത് വൈ ആക്സ് മാത്രം നോക്കിയാൽ മതി, വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി എന്നുള്ളത് കോൺസെപ്റ്റ് അവിടെ വരുന്നത് കൊണ്ടാണ് സാറ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? കാരണം ടൈം ബേസിക്കലി തിയറി എന്താണെന്ന് വെച്ചാൽ ഇത് ബോൾ ഇങ്ങനെ വൈ ആക്സിസ് വൈ ഡയറക്ഷനിൽ മുകളിലേക്കാണ് ഇങ്ങനെ പോകുന്നത്, മുകളിലേക്ക് പോയി അവസാനം സീറോയിലേക്ക് എത്താണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വൈ ആക്സ് വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രം കൺസിഡർ ചെയ്ത എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ എസ് വൈ ആക്സ് എസ് വൈ എന്ന് പറഞ്ഞാൽ വൈ ഡിസ്പ്ലേസ്മെന്റ് അലോങ് വൈ ആക്സ്. അപ്പൊ ഇനീഷ്യൽ പോയിന്റ് ഇതാ ഇതല്ലായിരുന്നു, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫൈനൽ പോയിന്റ് ഇതാ ഇതാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആ ഇനീഷ്യലിനെയും ഫൈനലിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ ഇനീഷ്യൽ നോക്കുമ്പോഴും ഒരേ പൊസിഷനാണ്, ഫൈനൽ പൊസിഷനും ഒരേ വൈ ആക്സിസിലൊരു ഡിസ്പ്ലേസ്മെന്റിൽ. പക്ഷേ എക്സ് ആക്സിൽ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ വൈ ആക്സിസിൽ ഇവന്റെയും ഒരേ പൊസിഷനിലാണ്. അതുകൊണ്ട് വൈ ആക്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത യു വൈ ടി ആണല്ലേ. അപ്പൊ യു വൈ എന്ന് പറയുമ്പോൾ വൈ ആക്സിസിലുള്ള, അതായത് ഇനീഷ്യൽ വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. അപ്പൊ നമ്മൾ യുവിനെ സ്പ്ലിറ്റ് ചെയ്തപ്പം യു കോസ് തീറ്റയും യു സൈൻ തീറ്റ ഉണ്ടായി. അപ്പൊ യു വൈ എന്ന് പറയുമ്പോൾ ഏതാണ്, യു സൈൻ തീറ്റയാണ്. ദെൻ എ വൈ എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ എലോങ് വൈ ആക്സിസ്, അതേതാണ് മൈനസ് ജി ആണ്, അത് നേരത്തെ പറഞ്ഞു. പിന്നെ ടീനെ നമ്മൾ സ്മോൾ ലെറ്റർ ടീനെ ഞാൻ ടൈം ഓഫ് ഫ്ലൈറ്റിന് ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഈ ടേമുകളൊക്കെ നമ്മുടെ മുകളിലുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എസ് വൈക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, 0 കൊടുത്തു. യു വൈക്ക് പകരം യു സൈൻ തീറ്റ കൊടുത്തു. സ്മോൾ ലെറ്റർ ടിക്ക് പകരം ക്യാപിറ്റൽ ലെറ്റർ ടി കൊടുത്തു. ഹാഫ് ഇൻറ്റു എ വൈക്ക് പകരം ഞാൻ മൈനസ് ജി കൊടുത്തു ഇൻറ്റു ടി സ്ക്വയർ. ഈ മൈനസും പ്ലസും വരുമ്പോൾ എന്തായിരിക്കും, മൈനസ് വരും. അപ്പോൾ യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഈ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ നമ്മൾ ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പൊ ഹാഫ് ജി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി ആണ്. അപ്പോൾ ഒരു ടീയും ഇവിടെ ക്യാൻസൽ ചെയ്യാം അല്ലേ. അതായത് ഈ സാധനത്തിന് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ ഹാഫ് ജി ടി സ്ക്വയർ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി. ഒരു ടീയും നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക, ഹാഫ് ജി ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ അല്ലേ. അപ്പോൾ ഞാൻ ഈ ജീനെയും ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, 2നെയും ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 2 ആണ്, അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ ജി ആണ്, അത് ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ? ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ, ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഡെറിവേഷനിലേക്ക് പോവാണ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് ക്വസ്റ്റ്യൻ. നമ്മൾ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പ്രൊജക്റ്റിൽ ഇവിടെ ഇങ്ങനെ പോയി ഇവിടെ വികൽ, അപ്പൊ ഇതല്ലേ അതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ ഈ പോയിന്റ് ആണ് നമ്മുടെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ മാക്സിമം ഹൈറ്റിൽ ഏതൊക്കെ കോമ്പണന്റ് വെലോസിറ്റിയുടെ ഉണ്ടാവുക, വൈ ആക്സിസുള്ള കോമ്പണന്റ്. അതായത് മുകളിലേക്ക് വീണ്ടും വെലോസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോളിന്റെ മാക്സിമം പോയിന്റ് ഇതാവുമായിരുന്നോ? ഇല്ല, വീണ്ടും മുകളിലേക്ക് പോവുമായിരുന്നു അല്ലേ.
വീണ്ടും എന്തായിരുന്നു മുകളിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ഇത് മാക്സിമത്തിലെത്തി പിന്നെ താഴേക്ക് വരികയാണ്. അതായത് പിന്നെ ഇതിന് മുകളിലേക്ക് പോകാനുള്ള കഴിവില്ല. അതിനർത്ഥം വൈ ആക്സിസിലുള്ള വെലോസിറ്റി, അതായത് യു വൈ ഈസ് ഈക്വൽ അവിടെ എത്രയായിരിക്കും? 0 സോറി യു വൈ അല്ല വി വൈ, അവിടെ ഫൈനൽ വെലോസിറ്റി അല്ലേ. നമുക്ക് മാക്സിമം ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ആ പോയിന്റിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അതായത് വൈ ആക്സിലുള്ള വെലോസിറ്റി പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, അവിടുത്തെ ഫൈനൽ വെലോസിറ്റി എല്ലാം വൈ ആക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ എക്സ് ആക്സിൽ അപ്പോഴും എന്തുണ്ടാകും? വെലോസിറ്റി ഉണ്ട്. എക്സ് ആക്സിൽ എപ്പോഴും എന്തുണ്ട്? വെലോസിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് നമ്മൾ വി എക്സ് എന്ന് പറയും. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അതായത് ഇത് നമ്മൾ യു എക്സ് എന്നും ഇത് നമ്മൾ യു വൈ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്തപ്പോൾ നമുക്കറിയാം ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന, അതായത് എക്സ് ആക്സിസിൽ ഇത് എലോങ് എക്സ് ആക്സ് ആയിട്ട് പോകുന്ന വെലോസിറ്റിക്ക് എന്തുണ്ടാവില്ല? ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അതായത് അത് ഇവിടെ 10 മീറ്റർ/സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 10 ആയിരിക്കും, ഇവിടെയും 10 ആയിരിക്കും, ഇവിടെയും 10 ആയിരിക്കും, ഇവിടെയും 10. അത് ഏത് പോയിന്റ് എടുത്താലും അതിന്റെ വെലോസിറ്റി എത്ര തന്നെയാണ്? 10 മീറ്റർ/സെക്കൻഡ് തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ വി എക്സ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ തന്നെ ആയിരിക്കും? യു എക്സിന് ഈക്വൽ തന്നെയായിരിക്കും. അതായത് ഈ പോയിന്റിലുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് സാറ് ഫൈനൽ വെലോസിറ്റി വി എന്നുള്ള ടേമിൽ അവിടെ റെപ്രസെന്റ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൈറ്റ് അല്ലേ, അതായത് വൈ ആക്സിലുള്ള ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെയും കൺസിഡർ ദ മോഷൻ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. വെർട്ടിക്കൽ ഡയറക്ഷനിലെ മോഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഏത് ഇക്വേഷനാണ് സാർ ഇവിടെ ഉപയോഗിക്കുന്നത്? ഇവിടെ നമ്മുടെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആയിട്ടുള്ള v²= u²+2as എന്നുള്ള ഇക്വേഷൻ ആണ് സാർ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണ് സാറേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ടേംസുകളൊക്കെ നോക്കുമ്പോൾ ഈ ഇക്വേഷൻ ആണ് ഇവിടെ കൂടുതൽ സാറ്റിസ്ഫൈ ആകുന്നത്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. v=u+at എന്തില്ല? എസ് ഇല്ല. അതേപോലെ s=ut+12at² നമുക്ക് ഉപയോഗിക്കായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് നേരം ടൈം അറിയണം, അതായത് ഈ പോയിന്റിൽ എത്തുന്ന ടൈം എത്രയെന്ന് അറിയണം. അത് നമുക്ക് അറിയൂല. അതുകൊണ്ടാണ് സാറ് v²u²+2as. അപ്പൊ ഇവിടെയും വൈ ആക്സ് മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷനിൽ vy² uy²+2ay × sy. ക്ലിയർ അല്ലേ? അപ്പൊ വി വൈ എന്ന് പറയുമ്പോൾ ഏതാടാ? ഫൈനൽ വെലോസിറ്റി ഇൻ വൈ ആക്സിസ്, അതായത് ഈ പോയിന്റിലല്ലേ, ആ പോയിന്റിൽ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. യെസ് സാർ. യു വൈ എന്ന് പറയുമ്പോൾ എന്താടാ? യു വൈ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ഇനീഷ്യൽ വെലോസിറ്റി അലോങ് ദ വൈ ആക്സ് അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി അലോങ് ദ വൈ ആക്സ് ആണ് യു വൈ എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? u sin θ ആണ്. അപ്പൊ u sin θ ആണ്. എ വൈയുടെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു, എ വൈ എന്ന് പറഞ്ഞാൽ എന്താടാ? -g ആണ്. അത് താഴേക്കാണ്. പിന്നെ ഈ എസ് വൈ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇതായിരുന്നു ഇനീഷ്യൽ പോയിന്റ്, ഇതായിരുന്നു ഫൈനൽ പോയിന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഇങ്ങനെയാണ് നമ്മുടെ ഹൈറ്റ് വേണ്ടത് അല്ലേ? അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? അതായത് ഡിസ്പ്ലേസ്മെന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം മുകളിലേക്ക് പോയി എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. എസ് വൈ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അത് എത്രയാണ്? h ആണ്. ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പൊ വി വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. യു വൈ എന്ന് പറഞ്ഞാൽ u sin θ ആണ്. അപ്പൊ ഹോൾ സ്ക്വയർ, അപ്പൊ u sin θ ഹോൾ സ്ക്വയർ പ്ലസ് 2 × എ വൈക്ക് വരെ നമ്മൾ എന്ത് ചെയ്യണം? -g × h. മൈനസ് ഇത് അവിടെ കൊടുക്കുമ്പോൾ എന്താവും? u², അതായത് ഇനി ഇതിനെ സ്ക്വയറും ചെയ്യാണ്. അപ്പൊ u² sin² θ -2gh. -2gh അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ +2gh. +2gh = u² sin² θ. അങ്ങനെയാണെങ്കിൽ h = എന്തായിരിക്കും? u² sin² ഉണ്ടാവും അല്ലെ. u² sin² സോറി u² കളർ പച്ചല്ല, നമ്മൾ ഇത് പച്ചനോടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, u² sin² θ / 2g. ഇതാണ് ഇവിടുത്തെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഒരൊറ്റ കേസും കൂടെ ഇവിടെ ഉണ്ട്. ഏതാ? ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. ഇതിൽ രണ്ടെണ്ണം എന്തായാലും ചോദിക്കും. അതുകൊണ്ടാണ് സാർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോളി. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ബോൾ ഇവിടുന്ന് എറിഞ്ഞെടുത്ത ഇവിടെയല്ലേ പോയി വീഴുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയെന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. അപ്പോൾ ഈ ബോഡി നമ്മൾ എങ്ങനെ പോകുന്നത്? ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് അല്ലേ അറിയേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എക്സ് ആക്സ് അല്ലേ. നേരത്തെ രണ്ടും വൈ ആക്സ് ആയിരുന്നു അല്ലേ. ഇപ്പോൾ ഈ ബോഡി ഇങ്ങനെയാ പോകുന്നത്. അപ്പോൾ എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അവിടെ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് മോഷൻ മാത്രമാണ് നോക്കുന്നത്? കൺസിഡർ ഓൺലി എക്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അത് അവിടെ എഴുതാൻ വിട്ടണം അല്ലേ. കൺസിഡർ ഓൺലി ഹൊറിസോണ്ടൽ direction, only horizontal direction.
ഹൊറിസോണ്ടൽ ഡിറക്ഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിറക്ഷൻ നമുക്ക് ഈ ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ആക്സ് ആണ്, അപ്പോൾ അവിടെ ആക്സലറേഷൻ ഒന്നുമില്ല അല്ലേ, എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആക്സലറേഷൻ ഇല്ലാത്ത കേസ് ആണെങ്കിൽ നമുക്ക് സാധാരണ വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഉപയോഗിച്ചാൽ മതി, അല്ലെ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് അല്ലെ, ഇവിടെ ആക്സലറേഷൻ ഇല്ല, എക്സ് ആക്സിൽ ആക്സലറേഷൻ ഇല്ല കേട്ടോ, പ്രൊജക്റ്റിലെ കേസിൽ എക്സ് ആക്സിൽ ആക്സലറേഷൻ ഇല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം, ഈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ള ഇക്വേഷൻ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഇതാ ഇവിടെ ഇങ്ങോട്ടേക്കാണ് ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അലോങ് എക്സ് ആക്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് ഈസ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, കാരണം ആക്സിലറേഷൻ ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് അല്ലേ, ആ ഡിസ്റ്റൻസ് ഞാൻ ആർ എന്ന് എടുക്കുകയാണ്. ആർ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. ആ വെലോസിറ്റി ഏതാ, ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി മാത്രം മതി, അതേതാ, കാരണം എക്സ് ആക്സ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. അതുകൊണ്ട് സാർ ടി എന്നുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ള കാരണം ഈ ബോൾ ഇതാ ഇവിടേക്ക് എത്തുന്ന ഈ സമയം അതന്നല്ലേ, ഈ ബോൾ ഇതാ ഇവിടേക്ക് എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ അതല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ആ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ വേണ്ടത് കേട്ടോ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്താണ്, യു കോസ് തീറ്റയാണ് ഇൻറ്റു ടി. ഓക്കെ, ടി എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ യു കോസ് തീറ്റ, ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി യു കോസ് തീറ്റ കേട്ടോ. അപ്പോൾ യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി ആണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ യു ഇൻറ്റു യു എന്താണ്, യു സ്ക്വയർ, പിന്നെ 2 അവിടെ ഉണ്ട്, 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. നിങ്ങൾക്കറിയാം 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റയാണ്. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രിക് റിലേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് വരെ ഞാൻ എന്ത് ചെയ്യാം, സൈൻ 2 തീറ്റ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റേഞ്ചിന്റെ ഇക്വേഷൻ. റേഞ്ച് ഈസ് ഈക്വൽ യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇങ്ങനെ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ചും അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ മൂന്നാമത്തെ ഈ ചാപ്റ്റർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ മോഷൻ എ പ്ലെയിൻ. ഇതിൽ എന്തായാലും ഈ 2 ഡെറിവേഷൻ ഏതെങ്കിലും ഒന്ന് വരും. അതായത് ഒന്നില്ലെങ്കിൽ ഈ റിലേഷൻ കണക്റ്റിംഗ് ആംഗുലർ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, ഈ റിലേഷനോ അതായത് ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ള എന്താ പറയുക, ഒന്നില്ലെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ. ഓക്കെ, അങ്ങനെ ഒരു ചാൻസ്. പിന്നെ ഇത്. ഓക്കെ, ഇതിൽ 3 ഏതെങ്കിലും ഒന്ന്, അങ്ങനെയാണ് അവിടെ വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡിറൈവ് ദ റിലേഷൻ കണക്റ്റിംഗ് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. ടോട്ടൽ ഞാൻ പറയുമ്പോൾ സാർ 20 ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇതിൽ ഇൻക്ലൂഡ്, 20 ഡെറിവേഷൻസ് ആണ് സാർ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ചെയ്തു തരാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോണ്ട് നമുക്ക് ഉഷാറായിട്ട് തീർക്കാം കേട്ടോ. ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാണ്, നിങ്ങളൊരു നോട്ട് ബുക്കും പേനയും എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. സാറ് പറയുന്ന കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി എന്ത് ചെയ്യുക, പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ റിലേഷൻ കണക്റ്റിംഗ് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. ഈ ആംഗുലാർ വെലോസിറ്റിയെ നമ്മൾ ഒമേഗ എന്നും ലീനിയർ വെലോസിറ്റി നമ്മൾ സാധാരണ വി എന്നുമാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് വി ഇസിക്കൽ ആർ ഒമേഗ എന്നുള്ള റിലേഷൻ. അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു സർക്കുലർ മോഷന്റെ കേസിലല്ലേ ഈ ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവുള്ളൂ. അതെ സാർ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വെക്ടർ ആർ എന്ന് വരച്ചു. അതേപോലെ മറ്റൊരു വെക്ടർ ആർ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു. അല്ലെങ്കിൽ ഈ ഒരു ബോഡി ഇതാ ഈ എ എന്നുള്ള പൊസിഷനിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി എവിടേക്ക് എത്തി, ബി എന്നുള്ള പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ അവിടെ ഞാൻ ഈ വെക്ടർ, അതായത് ഇവൻ ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ പോയി ഇവിടേക്ക് എത്തി, അതായത് ഇവൻ ഇങ്ങനെ എത്തി, ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് എത്തി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് റേഡിയസ് തന്നെ ആയിരിക്കും, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആദ്യം എ എന്നുള്ള പൊസിഷൻ ഇവിടെയായിരുന്നു, പിന്നെ ബി എന്നുള്ള പൊസിഷനിലേക്ക് എത്തിയില്ലേ, ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തി. അതിനടുത്തൊരു ടൈം ഞാൻ ഡെൽറ്റ ടി എന്നുള്ള ടൈം എടുക്കുകയാണ്. ആ ഒരു സമയം കൊണ്ടാണ് ഇവൻ കറങ്ങി എവിടേക്ക് എത്തുള്ളത്, ബി എന്നുള്ള പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ ഇവന്റെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്, അത് ഞാൻ എന്തെടുക്കുകയാണ്, ഡെൽറ്റ ആർ എന്ന് എടുക്കുക. അതായത് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഡെൽറ്റ ആർ എന്ന് എടുക്കുകയാണ്. ആ ചെറിയ വാല്യൂ ഞാൻ ഡെൽറ്റ ആർ എന്ന് എടുത്തു. ഇനി നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ
ഡെറിവേഷൻ പറയാൻ വേണ്ടി പറ്റും. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. ഈ ഇക്വേഷൻ ഇവിടെ പഠിച്ചിരിക്കണം. എന്താണ് ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷൻ. അപ്പൊ ഇതല്ലേ ആംഗിൾ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഡെൽറ്റ തീറ്റ ആംഗിൾ, സ്മോൾ ആംഗിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ തീറ്റ. ഇനിയും സ്മോൾ ആണെങ്കിൽ നമ്മൾ ഡി തീറ്റ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഡെൽറ്റ തീറ്റ എന്നുള്ള ഒരു ആംഗിൾ എടുത്തു. അപ്പൊ ഡെൽറ്റ തീറ്റ ആംഗിൾ ഈസ് ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലായിരുന്നു. ഈ ലെങ്ത്തും ഇതല്ലേ നമ്മുടെ ആർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെ ഇതാണ് നമ്മുടെ ആർക്ക് എന്ന് പറഞ്ഞാൽ. ഈ ലെങ്ത്തും ഓൾമോസ്റ്റ് ഈക്വൽ ആയതുകൊണ്ട് ഞാൻ ആർക്ക് ലെങ്ത് എന്തെന്ന് കൊടുക്കുന്നു, ഡെൽറ്റ ആർ എന്ന് കൊടുക്കുന്നു. ഡിവൈഡ് ബൈ റേഡിയസ് എന്താണ്, ആർ ആണ്. കഴിഞ്ഞു. ഈ ആറിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പൊ എന്തായിരിക്കും വരെ, ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ. ദാറ്റ് ഈസ് ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ആർ ഡെൽറ്റ തീറ്റ. ഇനി ഇതിനെടുത്ത സമയമായിരുന്നു നമ്മൾ പറഞ്ഞ ഡെൽറ്റ ടിയിലെ. ഞാൻ ഈ ഇക്വേഷനെ ഡെൽറ്റ ടീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഇക്വേഷൻ ഡെൽറ്റ ടീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. കഴിഞ്ഞടാ. ഈ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി, ആർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം, അതെന്താ, വെലോസിറ്റി. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ആംഗുലാർ, അതായത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി ആണെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താ, ആംഗുലാർ വെലോസിറ്റി. അതിന് നമ്മൾ ഒമേഗ എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടിക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒമേഗ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള ഈ റിലേഷൻ ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ചില സമയത്ത് ഇവിടുത്തെ സെൻട്രിപിറ്റൽ ആക്സലറേഷന്റെ അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറയും. എന്താണ് സെൻട്രിപിറ്റൽ ആക്സലറേഷന്റെ ഇക്വേഷൻ, എ സി ഈസ് ഈക്വൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഡിറൈവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ നമ്മുടെ സർക്കിൾ എടുത്തു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ആറ് ഇതാ ഇവിടെയുണ്ട്, ഇവിടെയും ആറുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമുക്കറിയാം, ഒരു സർക്കുലർ മോഷനിൽ ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ പറയാം. ആ ഒരു പോയിന്റ്, ഏത് പോയിന്റ് ആണോ അതിന് ടാൻജന്റ് വരച്ചിട്ട്. അപ്പൊ ഈ പോയിന്റ് എടുക്കുക, ഇതിന്റെ ടാൻജന്റ് ഇതാ ഇങ്ങോട്ടേക്ക്. ഇനി ഈ പോയിന്റ്, അതായത് ഈ ബോഡി ഇതാ കറങ്ങിയതാ ഈ ബി എന്നുള്ള പോയിന്റിലെത്തി. ആ പോയിന്റിലെത്തിയപ്പോൾ അതിന്റെ ടാൻജന്റ് ഇതാ ഇങ്ങോട്ടേക്കാണ്. ഞാൻ അതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കും. ഈ വീനെ ഞാൻ ഇതാ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചു. എന്നിട്ട് ഈ വീനെ എടുത്തിട്ട് ഞാൻ ഇതിന്റെ അടുത്തേക്ക് ഇതാ ഇവിടെ കൊണ്ടുപോയി വെച്ച്, അപ്പൊ ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ ഇതാ ഇങ്ങോട്ടേക്ക്, എന്നിട്ട് അതിനെ മാറ്റി വരച്ചു, ഇതാ ഇങ്ങനെ വരച്ചു. അപ്പൊ ഈ രണ്ടിന്റെയും വെലോസിറ്റിയുടെ സ്പീഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് വെലോസിറ്റി മാറുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഇത് വിയും ഇത് വിയും. അപ്പൊ ആ രണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള മൂന്നാമത്തെ വെക്ടർ അത് ഞാൻ എന്തെടുക്കുന്നു, ഡെൽറ്റ വി എന്ന് എടുക്കുന്നു. ഓക്കെ, ഇത് വി ആണ്, ഇത് വി ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഈ ഒരു ഡയറക്ഷനിലെ വെലോസിറ്റി വെക്ടർ ഞാൻ എന്ത് ചെയ്യുന്നു, ഡെൽറ്റ വി എന്ന് ഞാൻ എന്ത് ചെയ്യാണ്, എടുക്കുകയാണ്. ഇത് ശരിക്കും നമുക്ക് കിട്ടുന്നത് ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒക്കെ വെച്ചിട്ടാണ്. അതൊക്കെ പറഞ്ഞാൽ കുറേ സമയം എന്ത് ചെയ്യും പോകും. തൽക്കാലം നിങ്ങൾ ഈ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇത് ആറ്, ഇത് ആറ്, അവർക്കിടയിലെ ഡിസ്റ്റൻസ് ഡെൽറ്റ ആറ്. ഇത് വി, ഇത് വി, അവർക്കിടയിലെ ഡിസ്റ്റൻസ് എന്താണ്, ഡെൽറ്റ വി. ക്ലിയർ അല്ലേ. അതായത് ഈ വിനെയും ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചതാണ് കേട്ടോ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു കേസ് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്, സിമിലർ ട്രയാങ്കിൾസ് ആണ്. ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ള. അതിനർത്ഥം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഈ ഡെൽറ്റ വിക്ക് തുല്യമായിട്ടുള്ള സൈഡാണ് ഇത് അല്ലേ, അല്ലെങ്കിൽ വിക്ക് തുല്യമായിട്ടുള്ള ഒരു സൈഡാണ് ഈ ആർ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഈ വിക്ക് തുല്യമായിട്ടുള്ള സൈഡ് എന്നാണ് ഈ ആർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ. അങ്ങനെ ഈ രണ്ട്, ഇപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി എന്നുള്ള ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ അത് ഏതിന് ഈക്വൽ ആയിരിക്കും, മറ്റൊരു സിമിലർ ട്രയാങ്കിൾസിന്റെ അതേ സൈഡ്സുകളുടെ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ ഡെൽറ്റ ആറിനും ഡിവൈഡ് ബൈ ആർ എടുത്താൽ എന്തായിരിക്കും, അതിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ്, ഇത് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി എന്ന് ഞാൻ എടുക്കുമ്പോൾ അതിന്റെ ഈ നമ്മളെ മറ്റേ രണ്ടാമത്തെ സിമിലർ ആയിട്ടുള്ള ഈ ട്രയാങ്കിൾ ഞാൻ എടുക്കുമ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സുകൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വിക്ക് വരെ ഇവിടെ എന്തായിരിക്കും, ഡെൽറ്റ ആറ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ ആറ് ഡിവൈഡ് ബൈ വിക്ക് വരെ ഞാൻ ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ അത് ആറ്. അപ്പൊ ഡിവൈഡ് ബൈ ആറ് കഴിഞ്ഞു.
ഈ ഒരൊറ്റ കോൺസെപ്റ്റ് അവിടെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളൊക്കെ എന്താണ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാണ്. ഞാൻ ഈ വിനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പം എന്ത് വരും? ഡെൽറ്റ വി ഈക്വൽ വി ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ. ഇനി ഇക്വേഷൻ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി, അതായത് ഈ ഒരു എയിൽ നിന്ന് ബിയിലേക്ക് എടുക്കാനുള്ള ടൈമാണ് ഡെൽറ്റ ടി. ആ ഡെൽറ്റ ടീനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ദെൻ വി ബൈ ആർ അവിടെ ഉണ്ട്, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. രണ്ട് ഭാഗത്ത് ഞാൻ ഡെൽറ്റ ടീനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി അത് നമ്മൾ നേരത്തെ എടുത്തു സാറേ. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ഓക്കെ സാർ. അപ്പോൾ ഇവിടെ ആക്സലറേഷൻ വന്നു, പിന്നെ വി ബൈ ആർ വന്നു, ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടിക്ക് പകരം വിയും വന്നു. വി ഇൻറ്റു വി എന്താണ്? വി സ്ക്വയർ ബൈ ആർ. ഇത്രയേ ഉള്ളൂ ഇവിടെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അവിടുത്തെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിലോ സാറേ, ആക്സലറേഷൻ കിട്ടി അതിനെ എമ്മിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫ് സി എന്നെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എം ഇൻറ്റു എന്തായിരിക്കും? വി സ്ക്വയർ ബൈ ആർ. ഇതിന് വേറെ 1-2 ഫോം ഓഫ് ഇക്വേഷൻ ഉണ്ട്. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം മാത്രം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തൽക്കാലം ഈ ഒരു കാര്യം മാത്രം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് അടുത്ത 5ാമത്തെ ഡെറിവേഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോസ് ഓഫ് മോഷൻ ആണ്. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് മോഷനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ഡെറിവേഷൻസ് ഉള്ളൂ. അത് നമ്മൾ ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യും. അതിൽ 1ാമത്തെ ഡെറിവേഷൻ, ഡിറൈവ് ഓഫ് ഇക്വേഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്ന് ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. എന്തായിരുന്നു ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ? എന്തായിരുന്നു? എവരി ആക്ഷൻ. അതാണോ എവരി ആക്ഷൻ? അതല്ലല്ലോ സാറേ. എന്തായിരുന്നു? ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അല്ലേ? ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഡി പി ബൈ ഡി ടി ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഈസിക്കൽ എം എ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം മൊമെന്റം പി ഈസ് ഈക്വൽ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലേ. അപ്പോൾ ഞാൻ ഈ പീക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? എം വി എന്ന് കൊടുക്കുന്നു. ഓക്കെ സാർ, എം വി എന്ന് കൊടുത്തു. അപ്പോൾ ഈ എം മാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് എടുക്കാം. പിന്നെ ഡി വി ബൈ ഡി ടി ഉള്ളൂ അല്ലേ? ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ്റെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ എ എന്ന് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എം ഇൻറ്റു എന്ത് വന്നു? എ എന്ന് വന്നു. ഡി വി ബൈ ഡി ടിക്ക് പകരം എ എന്ന് വന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷനുമായി എഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എം എ. ഇതല്ലേ ഫോഴ്സിൻ്റെ ഇക്വേഷൻ? അപ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ വെറും 4 സ്റ്റെപ്പ്, വെറും ആകെയുള്ള എത്രടാ? 4 സ്റ്റെപ്പ് മാത്രമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെറിവേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഇതിൽ ഏതെങ്കിലും ഷുവറായിട്ട് ചോദിക്കും. അതാണ് സാറ് പറയാൻ പോകുന്നത്. ഓക്കെ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓൺ എ കർവ്ഡ് ലെവൽ റോഡ്. ഇതിനൊക്കെ പിക്ചർ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഒരു കർവ്ഡ് ലെവൽ റോഡ് ഇതാ ഇങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ ലെവലാണ്, അതായത് ഇങ്ങനെ ചെരിവൊന്നുമില്ല, റോഡ് കർവ്ഡ് ആണ്, വളഞ്ഞിട്ടാണ്, പക്ഷെ ലെവലാണ്. അതാണ് ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ലെവൽ റോഡിൽ ഞാൻ ഒരു കാറ് വെക്കുന്നു. ഓക്കെ, കാറ് വെക്കുന്നു. അങ്ങനെ കാറ് വെച്ചു. ആ കാറിന്റെ മാസ് എം ആണ്. അപ്പോൾ താഴേക്ക് എന്തുണ്ടാവും? എം ജി താഴേക്ക് ഉണ്ടാവും. മുകളിലേക്ക് അതിന്റെ നോർമൽ റിയാക്ഷൻ മുകളിലേക്കും ഉണ്ടാവും. പിന്നെ നമുക്കറിയാം ഒരു വണ്ടി ഏതെങ്കിലും ഒരു സാധനം സർക്കുലാർ മോഷനിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് വേണം. അത് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് വിളിച്ചിരുന്നു അല്ലേ? ഇപ്പൊ ഞാനൊരു സാധനം ഇങ്ങനെ കറക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫോഴ്സ് ഒഴിവാക്കിയാൽ പിന്നെ എന്ത് ചെയ്യും? ആ കല്ലിന്റെ കറക്കം അവിടെ നിൽക്കും അല്ലേ? അപ്പൊ അത് കറങ്ങാനുള്ള കാരണം എന്താ? ഞാൻ ഇവിടുന്ന് അതിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് കൊടുക്കുന്ന ഒരു സെന്ററിലേക്കുള്ള ഒരു ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ കല്ലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സെന്ററിലേക്കുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ ഒരു ബോഡി സർക്കുലാർ മോഷനിൽ കറങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ ഏത് ഫോഴ്സ് നിർബന്ധമാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് നിർബന്ധം. അപ്പോൾ ഒരു കാറൊക്കെ ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ കയറിട്ട് വലിക്കുകയാണോ ചെയ്യുക? അല്ല. അപ്പോൾ ഈ ഒരു കേസിൽ ആ നെസസറി ആയിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അതെങ്ങോട്ടേക്കായിരിക്കും? ഇവിടെ ഇങ്ങോട്ടേക്ക് സെന്ററിലേക്കും ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് സാർ എന്ത് ചെയ്യാണ്? അസ്യൂം ചെയ്യാണ്. അപ്പോൾ ഈ കേസിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ആക്സലറേഷന് ഈക്വൽ ആയിരിക്കും എന്നുള്ള. അപ്പോൾ ഞാൻ ഈ ഒരു സർക്കിൾ, ഇതിപ്പോൾ ഇങ്ങനെ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സർക്കിൾ ആണോ, ഇങ്ങനെ വലിയ റോഡാണ്. അപ്പോൾ ഈ സർക്കിളിന്റെ റേഡിയസ് ഞാൻ 6 എടുക്കുകയാണെങ്കിൽ ആ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എം വി സ്ക്വയർ ബൈ ആർ ആണ്. എം വി സ്ക്വയർ ബൈ ആർ ആണ്. ഇനി സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഇക്വേഷൻ. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇത് വേണമെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ ചെയ്താട്ടോ.
ഓക്കെ, എഫ് എസ് ഇസ് എം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ആണ് അല്ലേ. അപ്പൊ ഇനി സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഇക്വേഷൻ എഫ് എസ് എന്താണ്, അതിന്റെ ഇക്വേഷൻ മ്യൂ എസ് ഇൻറ്റു എൻ ആണ്. അപ്പൊ ഇവിടെ ഈ ബോഡി മുകളിലേക്കോ താഴേക്കോ പോകുന്നില്ല, അപ്പൊ അവിടെ എന്തായിരിക്കും, എൻ ഇസ് ഈക്വൽ ടു എം ജി ആയിരിക്കും. അപ്പൊ മ്യൂ എസ് ഇൻറ്റു എന്നിന് പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എം ജി എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അതായത് മുകളിലേക്കുള്ള ഫോഴ്സും താഴേക്കുള്ള ഫോഴ്സും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് കാർ എന്ത് ചെയ്യാത്തത്, താഴേക്ക് ഇറങ്ങി കുഴിഞ്ഞു പോകാത്തതോ മുകളിലേക്ക് പൊന്തി പോകാത്ത കാരണം മുകളിലേക്കും താഴേക്കുള്ള ഫോഴ്സ് സെയിം ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ റോഡിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ പറ്റുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും നോക്ക്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആകുമ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്തൂടെ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എം വി സ്ക്വയർ ബൈ ആർ ഇതാ ഇവിടെ ഉണ്ട്, മ്യൂ എസ് ഇൻറ്റു എം ജി ഇതാ ഇവിടെ ഉണ്ട്, ഒരു എമ്മും അവിടെ ക്യാൻസൽ ചെയ്തു. അപ്പൊ വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ജി എന്ന് കിട്ടി. ഈ ആറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ ജി. യെസ്, വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി. കഴിഞ്ഞു. വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ഇൻറ്റു ആർ ജി. ഇതാണ് ഇവിടുത്തെ കേസ്. ഇത് ഏത് കേസാണ്? സെയിം സ്പീഡ് ഓൺ എ കർവ്ഡ് ലെവൽ റോഡാണ്. കർവ്ഡ് ലെവൽ റോഡിന്റെ അതിലൂടെ നമുക്ക് പോകാൻ പറ്റുന്ന മാക്സിമം സേഫ് സ്പീഡാണ് വി ഈക്വൽ മ്യൂ എസ് ഇൻറ്റു ആർ ജി എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഇനി ഇതിന് ബദലായിട്ടാണ്, അതായത് ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ മ്യൂ എസ് 0 ആയാലും വെലോസിറ്റി എന്തായിരിക്കും 0 ആയി. കാരണം നമ്മളൊരു മൊട്ട ടയറൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലെവൽ റോഡാണെങ്കിൽ ഇങ്ങനെ തിരിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് പോകാൻ പറ്റൂല. കാരണം എന്താണ്, ഫ്രിക്ഷൻ 0 ആണ്. മ്യൂ എസ് അല്ലേ ഫ്രിക്ഷന്റെ കാരണം, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ആ മ്യൂ എസ് 0 ആണെന്നുണ്ടെങ്കിൽ ഈ ടേം മൊത്തം 0 ആയി. ദാറ്റ് മീൻസ് ഈ വെലോസിറ്റി എത്രയായിട്ട് മാറി, 0 ആയി. വെലോസിറ്റി 0 ആയി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലൂടെ നമുക്ക് പോകാൻ പറ്റൂല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ പറ്റൂലല്ലോ. പാവപ്പെട്ടവനും ജീവിക്കണ്ടേ, ടയർ മൊട്ടായ ഓടിക്കുന്ന പാവപ്പെട്ടവനും ജീവിക്കണ്ടേ. അങ്ങനെ ഒരു പുതിയ തിയറി കൊണ്ടുവന്നു. അതാണ് ബാങ്ക്ഡ് റോഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ ഇങ്ങനെ ലെവൽ റോഡാണെങ്കിൽ അതിന് ഒരു ഭാഗം എന്താ കുറച്ചൊന്ന് റേസ് ചെയ്ത ഇങ്ങനെ വരും. അതാണ് ബാങ്ക്ഡ് റോഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ആ ബാങ്ക്ഡ് റോഡിൽ അയാൾക്ക് പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു പിക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പിക്ചർ എന്താണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശ്രദ്ധിക്കണേ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ. അതായത് നേരെ ഉണ്ടായിരുന്ന സാധനം കുറച്ച് ഞാൻ ഇങ്ങോട്ട് റൈസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ റോഡുള്ളത്. ഇങ്ങനെയുള്ള റോഡിൽ മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാർ ഇതാ ഇങ്ങനെ പോവാണ്. ഓക്കെ, ഞാൻ വരക്കുന്നത് ശ്രദ്ധിക്കണേ. കാറിൻ്റെ മാസ് എത്രയാണ്, എം ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. നേരെ താഴേക്ക് എന്തുണ്ടാകും, എം ജി ഉണ്ടാവും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നേരെ താഴേക്ക് എം ജി ഉണ്ടാവും. അപ്പം പിന്നെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എങ്ങോട്ടേക്ക് ഉണ്ടാവും, എന്തുണ്ടാവും, നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. നോർമൽ റിയാക്ഷൻ സർഫസിന് പെർപെൻഡിക്കുലർ. ഇനി ഈ കാറിന്റെ ടയർ എവിടെ തട്ടുന്നുണ്ട്, നമ്മൾ റോഡിൽ വരുന്നുണ്ട്. അപ്പൊ ആ റോഡിൽ തട്ടുന്നത് കാരണം ആ റോഡിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ റോഡ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പൊ ഇതിന് ഇങ്ങോട്ടേക്കായിട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ ഈ ഗ്രീനിനോട് വരച്ചിട്ടുണ്ട്, അത് എഫ് എസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് ശ്രദ്ധിക്കണേ. ഞാൻ ഈ ലൈറ്റ് ഗ്രീനോട് വരച്ച ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, ബ്ലാക്കിനോട് വരച്ച നോർമൽ റിയാക്ഷൻ ആണ് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അതായത് ഈ ഒരു റോഡ് ഇതാ ഈ തീറ്റ ആംഗിൾ ആണെങ്കിൽ ഇത് കർവ് ചെയ്താ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇത് തീറ്റ ആണെങ്കിൽ ഇതും തന്നെ ആയിരിക്കും, തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എഫിന് എന്ത് ചെയ്യാൻ, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എഫിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാ ഒന്ന് ഇതാ ഇങ്ങനെയും വരും, ഒന്ന് ഇതാ താഴേക്ക് ഇതാ ഇങ്ങനെയും വരും അല്ലേ. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ നമുക്കറിയാം തീറ്റന്റെ അടുത്തുള്ള കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ കോസ് കോമ്പണന്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും, എഫ് എസ് കോസ് തീറ്റ. അപ്പോൾ ഈ കോമ്പണന്റ് എന്തായിരിക്കും, എഫ് എസ് കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള ലൈറ്റ് ഗ്രീനിന്റെ വരച്ചുള്ള കോമ്പണന്റ് ആണ് എഫ് എസ് കോസ് തീറ്റ. അതേപോലെ താഴേക്കുള്ള ഇങ്ങോട്ടേക്കുള്ള ലൈറ്റ് ഗ്രീൻ ആയിരിക്കും എന്തായിരിക്കും, അപ്പോൾ എഫ് എസ് സൈൻ തീറ്റ. കാരണം തീറ്റന് എവേ ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തന്നെ ആയിരിക്കും, തീറ്റയായിരിക്കും. അപ്പോൾ ഞാൻ ഈ നോർമൽ ഇങ്ങോട്ടേക്കുള്ള ഈ നോർമലിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. നോർമൽ ഒന്ന് ഇങ്ങോട്ടേക്ക് വരും, ഒന്ന് ഇങ്ങോട്ടേക്ക് വരും. ക്ലിയർ അല്ലേ? കാരണം എന്താണ്, ഇതിനെ ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കയർ ഇങ്ങോട്ടേക്കും ഒരു കയർ ഇങ്ങോട്ടേക്കും വലിച്ചാൽ ഇങ്ങനെ പോകും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളത്. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ കോമ്പണന്റ് എൻ കോസ് തീറ്റ ആയിരിക്കും, ഈ കോമ്പണന്റ് എന്തായിരിക്കും, ഈ ബ്ലാക്ക് കൊണ്ട് വരച്ചുള്ളത് എൻ സൈൻ തീറ്റ ആയിരിക്കും എന്നുള്ള നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്നും എഫും ഒന്നുമില്ല. ആരൊക്കെയുള്ളത്, എൻ കോസ് തീറ്റ മുകളിലേക്ക്, സൈഡിലേക്ക് ആരൊക്കെയുണ്ട്, എൻ സൈൻ തീറ്റയും എഫ് എസ് കോസ്, അവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ്. താഴേക്ക് ആരൊക്കെയുണ്ട്, എഫ് എസ് സൈൻ തീറ്റയുണ്ട്, പിന്നെ എം ജി ഉണ്ട്. ക്ലിയർ അല്ലേ? പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ
കാറ് റോഡിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ സൈഡിലേക്കോ ഒന്നും സ്കിഡായി പോകാൻ പാടില്ല, ഒരേപോലെ ഇങ്ങനെ പോകണം അല്ലേ? അപ്പൊ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സും മുകളിലേക്കും താഴേക്കുള്ള ഫോഴ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ മുകളിലേക്കുള്ള ഫോഴ്സ് ആണ് എൻ കോസ് തീറ്റ അല്ലേ, താഴേക്കുള്ള ഫോഴ്സ് അതിനെ ബാലൻസ് ചെയ്യുന്ന ആരൊക്കെയായിരിക്കും? താഴേക്കുള്ള എഫ് എസ് സൈൻ തീറ്റയും എം ജിയും ആയിരിക്കും. ദാറ്റ് ഈസ് എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ ഈ എഫ് എസ് സൈൻ തീറ്റ ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി. ഇത് ഇക്വേഷൻ 1 ആയിട്ടാണ് നിൽക്കട്ടെ. അപ്പൊ പക്ഷെ ഇവിടെയും സാറേ സർക്കുലാർ ലെവൽ റോഡ് അല്ലെ, സർക്കുലാർ കർവ്ഡ് റോഡല്ലേ, സർക്കിൾ ആയിട്ടല്ലേ പോകുന്നത്. അതായത് അപ്പോഴും ഇത് കാർ എന്ത് ചെയ്യണം? ഈ ഒരു സർക്കിളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ സെന്ററിലേക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണ്ടേ? വേണം സാർ. അപ്പൊ ഇവിടെ ഈ നെസസറി ആയിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരായിരിക്കും? അതായത് ഇത് ഈ ഒരു സർക്കിൾ ഏകദേശം ഇങ്ങനെയല്ലേ വരിക. അപ്പൊ സർക്കിളിന്റെ സെന്റർ ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയായിരിക്കും. അപ്പൊ സെന്ററിലേക്ക് കൊടുക്കുന്ന രണ്ട് ഫോഴ്സുകൾ ആരൊക്കെയാണ്? ഈ എൻ സൈൻ തീറ്റയും എഫ് എസ് കോസ് തീറ്റയാണ്. അതായത് ഈ കേസിൽ നെസസറി ആയിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് എൻ സൈൻ തീറ്റയും എഫ് എസ് കോസ് തീറ്റയുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതായത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആർക്ക് ഈക്വൽ ആയിരിക്കും? ഈ ഒരു നോർമൽ റിയാക്ഷന്റെ എൻ സൈൻ തീറ്റ എന്നുള്ള കോമ്പണന്റും ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ എഫ് കോസ് തീറ്റ എന്നുള്ള ഈ രണ്ട് കോമ്പണന്റിന്റെയും കൂടെ ആയിരിക്കും അവിടുത്തെ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതാണ് എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ കോമ്പണന്റ്സ് ഓഫ് എൻ ആൻഡ് എഫ് എസ്. ഇത് കഴിഞ്ഞു. ഇത്രയാണ് നമുക്ക് ഇതിൽ ഫിസിക്കലി നമുക്ക് തിയറി അറിയാൻ. ഇനി നമുക്ക് മാത്തമെറ്റിക്കൽ ആണ്. ഞാൻ ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ 1 ചെയ്യാണ്. അപ്പൊ ഇക്വേഷൻ 2ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ എൻ സൈൻ തീറ്റ എഫ് എസ് കോസ് തീറ്റ. ഓക്കെ, ദെൻ ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എൻ കോസ് തീറ്റ എഫ് എസ് സൈൻ തീറ്റ. ഇക്വേഷൻ 2ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എം വി സ്ക്വയർ ബൈ ആർ. ദെൻ ഇക്വേഷൻ 1ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എം ജി. ക്ലിയർ? ഇതിൽ എമ്മും ക്യാൻസൽ ചെയ്യുക, ഈ ആറ് താഴേക്ക് പോകും. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ ജി എന്ന് വരും അല്ലേ. ദെൻ വി സ്ക്വയർ ബൈ ആർ ജി റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നു. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ ഡിവൈഡർ ബൈ എൻ കോസ് തീറ്റനെ കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യം എൻ സൈൻ തീറ്റ ഡിവൈഡ് ബൈ എൻ കോസ് തീറ്റ, എഫ് എസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ എൻ കോസ് തീറ്റ, എൻ കോസ് തീറ്റ ഡിവൈഡ് ബൈ എൻ കോസ് തീറ്റ, എഫ് എസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ എൻ കോസ് തീറ്റ. അപ്പോൾ അതിന് കൂടെ തന്നെ ഞാൻ എഫ് എസ് എന്ന് പറഞ്ഞ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇക്വേഷൻ മ്യൂ എസ് ഇൻറ്റു എൻ ആണല്ലോ അല്ലേ. അപ്പോൾ അതും കൂടെ ഞാൻ എഴുതാൻ പോവാണ്. അപ്പോൾ എൻ സൈൻ തീറ്റ ഡിവൈഡ് ബൈ എൻ കോസ് തീറ്റ. എഫ് എസിന് വരെ ഞാൻ മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് കൊടുത്തു, ഇൻറ്റു കോസ് തീറ്റ അത് അവിടെ ഉണ്ടാവും. അപ്പോൾ ഡിവൈഡ് ബൈ എൻ കോസ് തീറ്റ. ഓക്കെ, എൻ കോസ് തീറ്റനെ കൊണ്ട് എല്ലാ സ്ഥലത്തും ഞാൻ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഇനി താഴെ എൻ കോസ് തീറ്റ ഡിവൈഡ് ബൈ എൻ കോസ് തീറ്റ. ഇനി മൈനസ് മ്യൂ എസ്, അതായത് എഫ് എസിന് വരെ മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് കൊടുത്തു, സൈൻ തീറ്റ ഡിവൈഡ് ബൈ എൻ കോസ് തീറ്റ. ക്ലിയർ അല്ലേ? എൻ ക്യാൻസൽ ആയി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. ഓക്കെ, ഇവിടെ എൻ കോസ് തീറ്റ ക്യാൻസൽ ആയി, ബാക്കി മ്യൂ എസ് മാത്രം. ഓക്കെ, ഇവിടെ എൻ കോസ് തീറ്റ മൊത്തം ക്യാൻസൽ ആയി, അപ്പം എന്തായിരിക്കും വരും? 1 വരും. ഓക്കെ, മൈനസ് ഇവിടെ എന്നും ക്യാൻസൽ ആയി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടാൻ തീറ്റ ആയിരിക്കും, പിന്നെ മ്യൂ എസ് ഉണ്ട്. ക്ലിയർ അല്ലേ? കഴിഞ്ഞു. ഇനി ആർ ജിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ വി സ്ക്വയർ ഇസ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഈ ആർ ജിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. ഇനി വി ഇസിക്കൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇതാണ് അവിടെ അവന് പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ്. പക്ഷെ സാറേ കഴിഞ്ഞതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ അല്ലായിരുന്നോ പ്രശ്നം അല്ലേ? മൊട്ടയായിട്ടായാലും ഫ്രിക്ഷൻ. അപ്പൊ ഈ കേസിൽ ഫ്രിക്ഷൻ 0 ആണെങ്കിലോ സാറേ നമുക്ക് വെലോസിറ്റി 0 ആയിട്ട് മാറുന്നുണ്ട്. അതും കൂടെ ചെക്ക് ചെയ്യുക. അതായത് മ്യൂ എസ് ഇസിക്കൽ 0. അതിൽ ആ സ്പീഡ് നമ്മൾ പറയാം ഒപ്റ്റിമം സ്പീഡ്, ദാറ്റ് ഈസ് വിത്തൗട്ട് കൺസിഡറിങ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ വരും കേട്ടോ, വിത്തൗട്ട് വിയർ ആൻഡ് ടിയർ എന്നൊക്കെ വരും ക്വസ്റ്റ്യനിൽ. വിത്തൗട്ട് വിയർ ആൻഡ് ടിയർ എന്നൊക്കെ ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വിത്തൗട്ട് ഫ്രിക്ഷൻ, അതായത് മ്യൂ എസ് ഇസിക്കൽ 0 കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നോക്കുകയാണ്. മ്യൂ എസ് ഞാൻ എന്താ ഇവിടെ 0 കൊടുക്കുകയാണ്. മ്യൂ എസ് 0 ആയി. ഓക്കെ, അപ്പോൾ ഈ ടേമിൽ പ്ലസ് ടാൻ തീറ്റ അപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ ആർ ജി മുകളിൽ നോക്കുമ്പോൾ ആർ ജി ഇൻറ്റു ടാൻ തീറ്റ ഉണ്ടാവും. താഴെ നോക്കുമ്പോൾ 1 മൈനസ് ഈ മ്യൂ എസ് 0 ആണെങ്കിൽ ഈ ടേം മൊത്തം 0 ആയി. അപ്പോൾ മുകളിലുള്ള ഈ ടേം മാത്രമേ ഉള്ളൂ. ഏത്? ആർ ജി ടാൻ തീറ്റ എന്നുള്ള ടേം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഇതാണ് ഫ്രിക്ഷൻ ആബ്സെന്റ് ആണെങ്കിലും, അതായത് മൊട്ടയായ ടയറാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഇത്രയും സ്പീഡിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതാണ് ഈ ഒരു ചാപ്റ്റർ എന്നുള്ള ഡെറിവേഷൻ്റെ കാര്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണ്, ഓക്കെ ആണെന്നുള്ളത് സാർ എന്ത് ചെയ്യാണ്? വിചാരിക്കുന്നു, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് ഡെറിവേഷനിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഒന്ന്.
100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് എന്ത് ചെയ്യുക, ഈ രണ്ട് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ചാപ്റ്ററിൽ വർക്ക് എനർജി പവർ. ഒരൊറ്റ ഡെറിവേഷൻ, 2 ഡെറിവേഷൻ ആണ് എന്ത് ചെയ്യാറുള്ളത്, വർക്ക് എനർജി പവറിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ട ഡെറിവേഷൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ. ഓക്കെ, മറ്റത് രണ്ടാമത് കുറച്ചൊരു 90% നിങ്ങൾ പഠിച്ചാൽ മതി. 90% അല്ല, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് പഠിച്ചത് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, അത് പഠിച്ചാൽ മതി. കാരണം ഇതൊക്കെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസിന്റെ ഗിരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, പെടുത്താൻ പറ്റുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിലുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രൂവ് ചെയ്യാൻ. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ് എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ഈ സ്റ്റേറ്റ്, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്നാണ്. ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരിക, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുമാണ് വരുന്നത്. അപ്പോൾ ആ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ ഏതൊരു പോയിന്റിൽ ഞാൻ എടുത്താലും കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അത് നമ്മോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. ഏത് കേസിലാണ്, ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ. അതായത് ഒരു ബോഡി മുകളിൽ നിന്ന് ഒരു കല്ല്, ഇതൊരു ഹൈറ്റ് h ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മൾ ആര് നിൽക്കുന്നത്, നമ്മുടെ MS നിൽക്കുന്നുണ്ട്. ആരാ നിൽക്കുന്നത്, MS നിൽക്കുന്നുണ്ട്. അപ്പൊ MS എന്ത് ചെയ്യാണ്, ഒരു കല്ലെടുത്ത് താഴേക്ക് ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഏത് പോയിന്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ എനർജി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ 3 പോയിന്റ് എടുക്കുകയാണ്. ഇത് A എന്നുള്ള പോയിന്റ്, ഇത് B എന്നുള്ള പോയിന്റ്, ഇത് താഴെയുള്ള പോയിന്റ് C എന്നുള്ള പോയിന്റ്. ഈ 3 പോയിന്റിലും ടോട്ടൽ എനർജി സെയിം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ത് ചെയ്യുന്നു, ഒബേ ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നാമത് അറ്റ് പോയിന്റ് എ എന്നുള്ള പോയിന്റിൽ ഞാൻ നോക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി നോക്കേണ്ടത്. എ എന്നുള്ള പോയിന്റിൽ നോക്കുമ്പോൾ അത് ടോപ്പ് മോസ്റ്റ്, നമ്മൾ ബോൾ ഡ്രോപ്പ് ചെയ്യാണ്, നമ്മൾ ബോൾ എന്ത് ചെയ്യാണ്, ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 12mv² അല്ലേ. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി 0 ആയതുകൊണ്ട് അവിടുത്തെ കൈനറ്റിക് എനർജി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി 0 ആണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് കൊണ്ട്, താഴെ എന്നുള്ള ഹൈറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക. താഴെ നിന്ന് ഹൈറ്റ് ഇങ്ങനെ കൂടി പോകുന്നതോറും പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹൈറ്റ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നതോറും ഹൈറ്റ് എന്ത് ചെയ്യാണ്, കൂടി വരികയാണ്. അപ്പോൾ A എന്നുള്ള പോയിന്റിലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ h എന്നുള്ളതാണ് ഹൈറ്റ്. A എന്നുള്ള പോയിന്റിലേക്കുള്ള ഹൈറ്റ് എത്രയാണ്, h എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്കുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും, നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ, mgh. അപ്പോൾ h ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി mgh. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ നോക്കുമ്പോൾ എന്തേ വരുള്ളൂ, mgh ആണ്. അപ്പോൾ A എന്നുള്ള പോയിന്റിലുള്ള ടോട്ടൽ എനർജി എത്രയാണെന്ന് നമുക്ക് കിട്ടി, mgh ആണെന്ന് മനസ്സിലായി. ഇനി ബിയിലും സിയിലും ഒക്കെയുള്ള ടോട്ടൽ എനർജി എത്രയായിരിക്കണം, mgh ആയിരിക്കണം. എന്നാൽ മാത്രമേ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഒബേ ചെയ്യുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ വേണ്ടി പറ്റുള്ളൂ. ആര്, ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി. ക്ലിയർ. ഇനി B എന്നുള്ള പോയിന്റ്, ഈ B എന്നുള്ള പോയിന്റ് എടുക്കുകയാണ്. അപ്പോൾ B എന്നുള്ള പോയിന്റ് മുകളിൽ നിന്ന് ഞാൻ x ഹൈറ്റ് താഴെ എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ h ആണ് എന്നുണ്ടെങ്കിൽ ഈ താഴെ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റ് എത്രയായിരിക്കും, h - x ആയിരിക്കും. ഓക്കെ, ടോട്ടൽ h, ഈ ഡിസ്റ്റൻസ് x ആണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റ് h - x ആയിരിക്കും. അപ്പോൾ B എന്നുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. അപ്പോൾ ആദ്യം ഞാൻ പൊട്ടൻഷ്യൽ എനർജി പറയാൻ പോവാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇതാ, ഇപ്പോൾ ഈ ബോഡി ഗ്രൗണ്ടിൽ നിന്ന് ഇത്രയും ഹൈറ്റ്, അതായത് h - x ഹൈറ്റിലല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി mgh പകരം എന്തായിരിക്കും വരിക, mgh - x. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി കഴിഞ്ഞു. ഇനി കൈനറ്റിക് എനർജി, ഈ പോയിന്റിലുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ 12mv² ആണ് ഇക്വേഷൻ. ആ പോയിന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ ഉപയോഗിക്കും. ഏതാണ് ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഇക്വേഷൻ ഓഫ് മോഷനിലെ തേർഡ് ഇക്വേഷൻ v² = u² + 2as എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ പോയിന്റിലുള്ള വെലോസിറ്റി vb എന്നുള്ള വെലോസിറ്റി എന്ത് ചെയ്യാൻ പോവാണ്, കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ v² = u² + 2as. ഓക്കെ, അപ്പോൾ VP, അതായത് ഈ പോയിന്റിലുള്ള വെലോസിറ്റി VB എന്നെടുക്കുക. അപ്പോൾ V എന്നുള്ള ഞാൻ VB എന്നെടുത്തു. ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ നിന്നല്ലേ വരുന്നത്, അത് എത്രയാണ്, 0 ആണ്. അപ്പോൾ U 0 ആണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഉണ്ടാകും. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഇതാ ഇത്രയും ഹൈറ്റിലുള്ളത് x എന്നുള്ള ഹൈറ്റിന് താഴെയുള്ള വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ Vക്ക് വരാൻ VB², U 0 ആണ്. അപ്പം അത് നോക്കണ്ട, +2 × Aക്ക് വരാൻ G, Xന് വരാൻ x എന്നും കൊടുത്തു, 2gx. അപ്പോൾ VB² ആണ്
നമുക്ക് ഇവിടെയും ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിത് നേരെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ബി സ്ക്വയറിന് വരെ ഞാൻ എന്ത് ചെയ്യണം 2gx കൊടുത്തു. 2ഉം 2ഉം ഇവിടെ ക്യാൻസൽ ചെയ്യും, ബാക്കി എന്താ പറയുക mgx. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണെന്ന് കിട്ടി? mgx ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mgx ആണ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി mgh മൈനസ് എക്സ് പ്ലസ് കൈനറ്റിക് എനർജി mgx. ഞാൻ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ mgh മൈനസ് mgx, ഓക്കെ, പ്ലസ് പിന്നെന്താ വരിക? mgx. ക്ലിയർ? അപ്പോൾ മൈനസ് mgxും പ്ലസ് mgxും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്താ വരിക? mgh എന്ന് വരുന്നു. അതായത് ഇതെന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ, സോറി നേരെ തിരിച്ചല്ലേ, ഇതെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജിയുമാണ്. ക്ലിയർ? ഇനി അടുത്തൊരു കേസാണ് സി എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇവിടെയും നമുക്ക് ടോട്ടൽ എനർജി എത്രയെന്ന് കിട്ടി? mgh. ഇപ്പോൾ എയിലും ബിയിലും സെയിം, ഇനി സിയും കൂടെ സെയിം ആണെങ്കിൽ രക്ഷപ്പെട്ടു അല്ലേ? അപ്പോൾ സി എന്നുള്ള പോയിന്റ്, അറ്റ് പോയിന്റ് സി എന്നുള്ള പോയിന്റിൽ ഞാൻ പൊട്ടൻഷ്യൽ എനർജി നോക്കുമ്പോൾ ഇതിവിടെ ഹൈറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല, ഹൈറ്റ് 0 ആണ്. അപ്പോൾ mg × 0 പൊട്ടൻഷ്യൽ എനർജി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, കൈനറ്റിക് ഈ പോയിന്റിലെ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഹാഫ് mv² തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ പോയിന്റിലുള്ള വെലോസിറ്റി എത്ര എന്നുള്ളത് നമുക്കറിയണം. അതിന് വീണ്ടും നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? v² = u² + 2as. അപ്പോൾ ഈ പോയിന്റിലുള്ള വെലോസിറ്റി ഞാൻ vc എടുക്കുകയാണ്. അപ്പോൾ vc² = vc², ഞാൻ ഇവിടെ ഇതാണെങ്കിൽ vc² = u എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതിനെ നോക്കണ്ട, പ്ലസ് 2 × എക്ക് വരെ g എന്ന് കൊടുക്കാം. ഈ ഡിസ്പ്ലേസ്മെന്റ് ഇതാ ഇവിടെ ഇങ്ങോട്ട് ഹൈറ്റ് എത്രയാണ്? h അല്ലേ? അപ്പോൾ 2gh എന്ന് കിട്ടി. അപ്പോൾ vc² നമുക്ക് എന്ത് കിട്ടി? 2gh. അത് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏത് ഇക്വേഷനിൽ? vcക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു m ഇൻറ്റു 2gh എന്ന് കിട്ടും. 2ഉം 2ഉം ക്യാൻസൽ ആയി, ബാക്കി എന്താ വരിക? mgh. അപ്പോൾ കൈനറ്റിക് എനർജി എത്ര കിട്ടി? mgh എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി അല്ലേ? പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കൈനറ്റിക് എനർജി mgh ആണ്. അപ്പോൾ ടോട്ടൽ എനർജി നമുക്ക് എന്ത് കിട്ടി? mgh എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഏകദേശം മിനിമം ഒരു 3 മാർക്കിന് ചോദിക്കുന്ന പ്രൂഫാണേ. ഓക്കെ, ഓരോന്നിൻ്റെ മാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ മാർക്ക് പറയാൻ വിട്ടുപോയതാണ്. ഇത് ഏകദേശം ഇതിൽ 2 സെപ്പറേറ്റ് ആയിട്ടാണ് ചോദിക്കുക. ഒന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും അതിന് മിനിമം എത്ര മാർക്ക് ഉണ്ടാകും? 2 മാർക്ക് ഉണ്ടാവും, ഷുവറാണ്. ഓക്കെ, ഓരോ ഡെറിവേഷൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഓരോന്നിനും 2 മാർക്ക് ഉണ്ടാവും. പിന്നെ ഇവൻ്റെ എന്താണ്? 3 മാർക്ക് ഉണ്ടാവും. ഓക്കെ, ദെൻ ഇവിടുത്തെ കേസ് നോക്കുമ്പോൾ ഓരോന്നിനും എന്തുണ്ടാവും? 3 അല്ലെങ്കിൽ 2 മാർക്ക് എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, ഓരോ ഡെറിവേഷൻ കേട്ടോ. ദെൻ അടുത്തത് ഇതിന് 2 മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. ദെൻ അടുത്ത സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ കേസിനും ഒരു 2 മാർക്ക് ആയിരിക്കും ചാൻസ് ഉള്ളത്. ദെൻ അടുത്തത് ഇതിനും 2 മാർക്ക്. പിന്നെയുള്ളത് കർവ്ഡ് ലെവൽ റോഡിൻ്റെ കേസ്, അവിടെയും 2 മാർക്കാണ് ചാൻസ് ഉള്ളത്. ദെൻ ഇവിടുത്തെ കേസിൽ ഓൾമോസ്റ്റ് ഒരു 4 മാർക്കിനൊക്കെ അവിടെ എന്തുണ്ട്? ചാൻസ് ഉണ്ട് കേട്ടോ. ദെൻ അടുത്തത് നമ്മൾ നോക്കുമ്പോൾ കൺസർവേഷൻ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എത്ര? 3 പോയിന്റ് ആണ്, 3 മാർക്കാണ് ഇവിടെ ചാൻസ് ഉള്ളത്. ഇതിന് അടുത്ത് നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻസ് വേഗം കഴിയും കേട്ടോ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. ഇത് നമ്മുടെ വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററിലുള്ള ഇക്വേഷൻ, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്, ഒരു സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി കേസ്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഒരു സ്പ്രിങ് ഞാൻ എന്താ എടുത്തിട്ടുണ്ട്? ആ സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് k ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു മാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്പ്രിങ്ങിന് ഒരു എക്സ് എന്നുള്ള എക്സ്റ്റൻഷൻ വന്നു. അപ്പോൾ ഹൂക്സ് ലോ പ്രകാരം ഇത് അവിടെ ഫോഴ്സ് അങ്ങോട്ട് വിടുകയാണെങ്കിൽ ഇതാ ഇവൻ തിരിച്ചിതാ ഇങ്ങോട്ടേക്ക് വരും. അത് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയും അല്ലേ? ആ തിരിച്ചുള്ള ഫോഴ്സ് നമ്മൾ എന്ത് പറയും? റീസ്റ്റോറിംഗ് ഫോഴ്സ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെ നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് ഇക്വേറ്റ് ചെയ്യുമ്പോൾ F = -kx ആണ് അവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ വർക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് തന്നെയല്ലേ? ആ വർക്കാണ് ഇവിടുത്തെ നമ്മൾ ചെയ്യുന്ന ഈ വർക്ക്. അതായത് ഇവിടെ തിരിച്ചത് ഇങ്ങോട്ടേക്ക് തന്നെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ, ആ വർക്കാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് എന്തെന്ന് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പക്ഷേ ഇവിടെ നമുക്കറിയാം നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വലിക്കും തോറും ഒരേ ഫോഴ്സ് ആയിരിക്കില്ല നമ്മൾ ഇങ്ങോട്ടേക്ക് വലിക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ആദ്യം നമുക്ക് ആ സ്പ്രിങ്ങിനെ ഈസി ആയിട്ട് വലിക്കാൻ പറ്റും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നല്ല ഫോഴ്സ് ഇങ്ങനെ കൂട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫോഴ്സ് അവിടെ വേരി ചെയ്യുന്നുണ്ട്. ഫോഴ്സ് വേരി ചെയ്യുന്ന കേസിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ? ഇന്റഗ്രൽ F.dx ആണ്.
ക്ലിയർ അല്ലേ? അപ്പോൾ എഫിന്റെ ഇക്വേഷൻ നമുക്കറിയാം -kx ആണ്. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു -kx ഇൻറ്റു dx. യെസ് സാർ. അപ്പോൾ ഈ -k എന്നുള്ള കോൺസ്റ്റന്റ് നമ്മൾ പുറത്തേക്ക് എടുത്താൽ ഇന്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ x² 2 ആണ്. ഇന്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ x² 2 ആണ്. അത് നമുക്ക് എവിടുന്ന കിട്ടുന്നത്? ഇന്റഗ്രൽ x⁻n dx എന്നുള്ള ഇക്വേഷൻ x⁻n+1 n+1 ആണ്. അപ്പോൾ ഇന്റഗ്രൽ x dx എന്ന n ന്റെ സ്ഥാനത്ത് 1 വരും. 1 + 1 2 1 + 1 2 അങ്ങനെയാണ് x²/2 എന്ന് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്തിന്റെ ഇക്വേഷൻ കിട്ടി? വർക്കിന്റെ ഇക്വേഷൻ കിട്ടി. ഈ വർക്കാണ് അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എനർജി ഈസ് ഈക്വൽ ടു ആ മൈനസ് ഒഴിവാക്കിയിട്ട് ½ എന്ന് എടുത്താൽ മതി. ഇതാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത് ഓൾമോസ്റ്റ് ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്. എത്ര മാർക്കാണ്? 2 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡെഡ്യൂസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റ്. നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ള ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ പറയും ഷോ ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം, അതായത് dl/dt ഈസ് ഈക്വൽ ടു ടോർക്ക്. ടോർക്ക് ഈക്വൽ ആണെന്നുള്ളത് പറയാൻ വേണ്ടിയാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടുത്തെ നോർമലി ഇതിന്റെ വരുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 2 മാർക്ക് തന്നെയാണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. ഏതിന്റെ ഇക്വേഷൻ? ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ്. ആംഗുലാർ മൊമെന്റം L is equal to R cross P. L is equal എന്താ? R cross P. ഈ ഇക്വേഷൻ നമുക്കറിയാം. അറിയില്ലേ? അറിയടാ. ഈ ഇക്വേഷൻ നമുക്കറിയാം. L is equal എന്താണ്? R cross P. P എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്, R എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള ഡിസ്റ്റൻസും ആണ്. ഈ ഒറ്റ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞാൽ മതി. എന്നിട്ട് ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അത് വെച്ചിട്ട് ഡിവൈഡ് ബൈ ടൈം വെച്ചിട്ട്, കാരണം dl/dt ഈസ് ഈക്വൽ ടു ആണ്. അപ്പോൾ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ dl/dt ഈസ് ഈക്വൽ ടു, ഒരു ഭാഗത്ത് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. മറ്റേ ഭാഗം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ d/dt ഓഫ് R cross P അല്ലേ. അപ്പോൾ R cross P. ഓക്കെ സാർ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം d/dx ഓഫ് a.b എന്നാണ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വരെയാണ്. ഡിഫറൻഷിയേഷൻ്റെ ഒരു ഫോമാണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷിയേഷൻ്റെ ഒരു ഫോമാണ്. d/dx ഓഫ് a.b എന്ന് പറഞ്ഞാൽ a ഇൻറ്റു db/dx പ്ലസ് b ഇൻറ്റു da/dx ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അത് ഇവിടെ ചെയ്യുമ്പോൾ അതേപോലെയുള്ളത് d/dt ഓഫ് R cross P മൾട്ടിപ്ലിക്കേഷൻ, 2 വെക്ടറിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് ടേം ഓക്കെ R ഇൻറ്റു ഡിഫറൻഷിയേഷൻ ഓഫ് സെക്കൻഡ് ടേം dp/dt കണ്ടോ, dp/dt അതാണ് R ക്രോസ് dp/dt. ഇനി രണ്ടാമത്തത് സെക്കൻഡ് ടേം p ക്രോസ് ഡിഫറൻഷിയേഷൻ ഓഫ് ഫസ്റ്റ് ടേം dr/dt. ഓക്കെ സെറ്റ്. ഇത്രയേ ഉള്ളൂ സാറേ. അപ്പോൾ dp/dt നമ്മൾ പഠിച്ച ന്യൂട്ടൺ സെക്കൻഡ് ലെവലിൽ dp/dt പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ R ക്രോസ് F ഓക്കെ പ്ലസ് p എന്ന് പറഞ്ഞാൽ മൊമെന്റ് അല്ലേ. അപ്പോൾ m ഇൻറ്റു v ക്രോസ് അടുത്ത dr/dt എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. അപ്പോൾ v ഓക്കെ v ക്രോസ് v, രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ v ക്രോസ് v എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറി? ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയിട്ട് മാറി. ബാക്കി എന്താണുള്ളത്? R ക്രോസ് F. R ക്രോസ് F എന്ന് പറഞ്ഞാൽ അതില്ലേ നമ്മുടെ ടോർക്ക്. അതെ സാറേ. അപ്പോൾ dl/dt നമുക്ക് എന്ത് ടോ എന്ന് കിട്ടി. ഇതാണ് നമ്മളോട് ഇവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ. ക്ലിയർ അല്ലേ? ഇതൊക്കെ പ്രതീക്ഷിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. ഞാൻ എല്ലാ ഡെറിവേഷനും കൊണ്ടുപോയി ഇട്ടിട്ടില്ല. സാറിന് ക്രിസ്മസ് എക്സാമിന് വരും എന്ന് തോന്നുന്ന ഡെറിവേഷൻസ് മാത്രമായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നമ്മളെ പ്രഡിക്ഷൻ പോലെയാണ് സാർ എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ഇട്ടിട്ടുള്ളത് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഗ്രാവിറ്റേഷനിൽ എനിക്ക് തോന്നുന്നു 3 ഡെറിവേഷൻ ആണുള്ളത്. ഗ്രാവിറ്റേഷൻ്റെ കേസിൽ 3 അല്ല 4 ഡെറിവേഷൻ. 4ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാവിറ്റേഷൻ്റെ കേസിലുള്ളത് ഓരോന്നിനും മിനിമം 2 മാർക്ക് എന്തായാലും വരും. ഈ ക്വസ്റ്റ്യനൊക്കെ എന്തായാലും 2 മാർക്ക് ഉണ്ടാവേ. Obtain an expression for acceleration due to gravity at a height h above the surface of earth. അതായത് ഇതാണ് നമ്മൾ എർത്ത്. ഓക്കെ, എർത്തിന്റെ മാസ് ഞാൻ ക്യാപിറ്റൽ M എന്ന് എടുക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ M ആണ് എർത്തിന്റെ മാസ് കേട്ടോ. അപ്പോൾ എർത്തിന്റെ മാസിൽ നിന്ന് എർത്തിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസ് ആണ്. ആ റേഡിയസ് അല്ലെ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റിൽ എൻ്റെ കയ്യിൽ ഒരു സ്മോൾ ലെറ്റർ M, സ്മോൾ മാസ് M ഉണ്ട്.
ആ മാസിന്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മോട് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം മുകളിലേക്ക് പോകുന്നതോറും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തെയും കുറഞ്ഞു വരും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് പ്രൂവ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സർഫസിലാണെങ്കിൽ നമുക്കറിയാം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ G = എന്താണ്, gm/r² ആണ്. അതിന്റെ വാല്യൂ 9.8 m/s² ആണ്. അതായത് ജിന്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, 6.67 10⁻11. m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത് ആണ്, 6 × 10⁻24. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്, 6.4 × 10⁻6. ഇത് മൂന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 9.8 m/s². അത് എവിടെയാണ്? സർഫസ് ആണ്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സർഫസ് ഓഫ് എർത്തിലാണ്, അതായത് ഇവിടെയാണ് 9.8 അല്ലേ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ ഇനി അറ്റേ ഹൈറ്റ് എച്ചിലാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ ആറിന്റെ കൂടെ എച്ച് ഹൈറ്റും കൂടെ വരുന്നു എന്നല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആറിന്റെ കൂടെ r + h ആയിട്ട് മാറി. അതായത് ഈ പോയിന്റ്, ഈ എം മാസ് ഉള്ള പോയിന്റിലേക്കുള്ള ഹൈറ്റ് എത്രയായിട്ട് മാറി, r + h ആയിട്ട് മാറി. അത്രേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, നോക്കണ്ട. അപ്പൊ ഈ ഒരു ഇക്വേഷനിലുള്ള ആകെയുള്ള വ്യത്യാസം എന്താ, ഇവിടെ r + h² ആയി. ഇനി ഞാൻ ഇത് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 1, രണ്ടും കൂടെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷൻ 2/1 ചെയ്യുന്നു. അപ്പൊ എന്താ വരുന്നത്, GH/G ആയിരിക്കും അല്ലെ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ GH, ഇവിടെ G അല്ലെ. അപ്പൊ GH/G. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോൾ മുകളിൽ gm/r + h². ഇക്വേഷൻ 2ൻ്റെത് r + h². ഇക്വേഷൻ 1 gm/r². gm ക്യാൻസൽ ചെയ്യാം. ബാക്കി മുകളിൽ 1/r + h² ഉണ്ടാവും, താഴെ 1/r² ഉണ്ടാവും. ഈ r² എങ്ങോട്ടേക്ക് പോകും, മുകളിലേക്ക് പോകും അല്ലേ. അപ്പൊ എന്താ വരിക, GH/G = r² + h². ഓക്കെ സാർ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ സ്ക്വയർ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ സ്ക്വയർ ഇട്ട് പറ്റൂടാ, r/r + h². അതായത് ഈ സ്ക്വയറും ഈ സ്ക്വയറും കൂടെ കോമൺ ആയിട്ട് നമുക്ക് r/r + h² നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഇതാണ് ഇവിടുന്ന് മനസ്സിലാക്കിയേണ്ടത്. ഇനി ഈ G ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അപ്പൊ GH = എന്താ വരുന്നത്, G × r/r + h². കഴിഞ്ഞു. ഇതാണ് അറ്റേ ഹൈറ്റ്, അതായത് GH എന്ന് പറയുമ്പോൾ അറ്റേ ഹൈറ്റിലുള്ള ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എവിടുന്ന്, എർത്തിന്റെ സർഫസിൽ നിന്ന് h ഹൈറ്റ് ആണ് കേട്ടോ. എർത്തിന്റെ സർഫസിൽ നിന്ന് h ഹൈറ്റ് മുകളിലുള്ളത് കേസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി, GH = G × r/r + h². ഇതാണ് അറ്റേ ഹൈറ്റ് h-ലുള്ള ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ അല്ലേ? r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത്, G എന്ന് പറഞ്ഞാൽ സർഫസിലുള്ള ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. ഇനി ഇവിടെ ഒരു ചെറിയൊരു കേസ് വരാറുണ്ട്. അതായത് ഈ h എന്നുള്ളത് എർത്തിന്റെ അടുത്താണെങ്കിലോ സാറേ, അതായത് റേഡിയസ് ഓഫ് എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എച്ചിന്റെ വാല്യൂ വളരെ ചെറുതാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് GH = ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം, G × 1 - 2h/r എന്നുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? അത് ഈ ഇക്വേഷന്റെ ബൈനോമിയലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്. തൽക്കാലം നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡെപ്തിൽ, അതായത് ഇപ്പൊ നമ്മൾ എർത്തിന് മുകളിലേക്കാണ് പോയിട്ടുള്ളത് അല്ലെ, എർത്തിനെ കുഴിച്ച് താഴേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് d ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. അതായത് ഇതാണ് നമ്മുടെ സർഫസ് ഓഫ് എർത്ത്. അത് ഞാൻ r എന്ന് എടുക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഈ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു ഞാൻ അങ്ങനെ കുഴിച്ച് എർത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഭൂമി ഇങ്ങനെ കുഴിച്ച് കിണർ കുഴിച്ച് ഇങ്ങനെ താഴേക്ക് പോയിട്ട് ഒരു d ഡെപ്ത് വരെ ഞാൻ എന്ത് ചെയ്തു, താഴേക്ക് കുഴിച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് r-ഉം ഇത് d-യും ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇതാ ഇവിടെ ഇങ്ങോട്ട് എന്തായിരിക്കും, r - d ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡെൻസിറ്റിയുടെ ടേമിലുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. എന്താണ് ഡെൻസിറ്റിയുടെ ടേമിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ G = 4/3 πr/g. അതായത് G = gm/r² എന്നുള്ള ഇക്വേഷനിൽ മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നുള്ള ഇക്വേഷൻ ആക്കി മാറ്റും. എന്താക്കി മാറ്റും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. അപ്പൊ ആ വോളിയത്തിന് 4/3 πr³ കൊടുത്തിട്ട് നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ഇക്വേഷൻ ആണ്, അറ്റ് സർഫസിലുള്ള ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ആണ് 4/3 πr/g. അതായത് റേഡിയസ് r ആയപ്പോൾ, ഈ സ്ഫിയറിന്റെ റേഡിയസ് r ആയപ്പോൾ അവിടുത്തെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 4/3 πr/g എന്ന് നമുക്ക് കിട്ടി. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കേസിൽ ഇത്രയും റേഡിയസ് ഉള്ള ഒരു സാധനങ്ങളുള്ളത്, ഞാൻ വേണമെങ്കിൽ അതൊരു സർക്കിളായിട്ട് വരയ്ക്കാം കേട്ടോ. ഇവിടെ ഇത്രയും റേഡിയസ് ഉള്ള മറ്റൊരു സാധനങ്ങളുള്ളത്, ഓക്കെ,
അതിന്റെ റേഡിയസ് എന്താ സാറേ ആർ മൈനസ് ഡി ആണ്. അപ്പൊ അതും എന്താ സാറേ സ്ഫിയർ തന്നെയാണ്, സർക്കിൾ അല്ല സ്ഫിയർ തന്നെയാണ്. അപ്പൊ അതിന്റെ റേഡിയസ് ആർ മൈനസ് ഡി ആണെങ്കിൽ ഈ ഒരു പോയിന്റിലുള്ള, അതായത് ഈ ഒരു പോയിന്റിലെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ പോയിന്റിലെ ആക്സലേഷൻ ഡ്യൂ ഗ്രാവിറ്റി ഞാൻ ജി ഡി അറ്റ് ഡെപ്ത് എന്ന് എടുക്കുകയാണ്. ജി ഡി വിൽ ബി ഈക്വൽ ടു, അപ്പൊ ഇവിടെ ആർ റേഡിയസ് ആയതുകൊണ്ടാണ് ഞാൻ 4/3 പൈ ആർ റോ ജി എന്നെടുത്തുള്ളത്. ഇവിടുത്തെ റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ് എത്രയാടാ ആർ മൈനസ് ഡി ആണ്. അതായത് അറ്റ് ഡെപ്ത് ഡിയില് ഇത് ആർ ടോട്ടൽ ആയപ്പോ ഈ ബാക്കി വരുന്നത് ആർ മൈനസ് ഡി ആണ്. അപ്പൊ ആർ മൈനസ് ഡി എന്നുള്ള ഈ ഒരു സ്ഫിയറിന്റെ ഈ ഒരു സർഫസിലുള്ള റേഡിയസ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി ഡി ഈസ് ഈക്വൽ ടു 4/3. ഒന്നും ചെയ്യാല്ല, ഈ ആർ എന്നുള്ളത് ആർ മൈനസ് ഡി ആക്കി മാറ്റിയാൽ മതി, വേറെ ഒന്നും ചെയ്യാല്ല. ആർ എന്നുള്ളത് എന്താക്കിയാൽ മതി, ആർ മൈനസ് ഡി ആക്കി മാറ്റിയാൽ മതി, വേറെ ഒന്നും നമുക്ക് അവിടെ ചെയ്യാനില്ല. ദാറ്റ് ഈസ് ഇക്വേഷൻ 1 നിന്ന് ആകെയുള്ളൊരു വ്യത്യാസം അതാ. ഓക്കെ അല്ലേ, 4/3 പൈ ആർ റോ ജി ആയിരുന്നു, ഇവിടെ നിന്നാണ് 4/3 പൈ ആർ മൈനസ് ഡി ഇൻറ്റു റോ ഇൻറ്റു ജി. ഓക്കെ, ഇനി ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജി ഡി ഡിവൈഡഡ് ബൈ ജി ഞാൻ ചെയ്യുമ്പോൾ അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ വരിക? മുകളിൽ ഇക്വേഷൻ 2ൻ്റെത് 4/3 പൈ ആർ മൈനസ് ഡി റോ ജി. ഓക്കെ, ഇക്വേഷൻ 1ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 4/3 പൈ ആർ റോ ജി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ജി ഡി ഡിവൈഡഡ് ബൈ ജി. ഓക്കെ അല്ലേ, 4/3 പൈ റോ ജി ക്യാൻസൽ, ബാക്കി എന്താ വരുന്നത് ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. ഈ ജി ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. ഇതിന് വേണമെങ്കിൽ ഇതാ 1 മൈനസ് ഡി ബൈ ആർ എന്ന് എനിക്ക് എന്ത് ചെയ്യാം എഴുതാൻ പറ്റും. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എന്താ വരിക ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. ക്ലിയർ അല്ലേ? അപ്പോൾ മുകളിലത്തെ അതേ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ജി ഡി, അതായത് അറ്റ് ഡെപ്ത് ഡിയിലുള്ള ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. ഇതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ്. ഇതും നമ്മൾ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിലുള്ളതാണ്. എസ്കേപ്പ് സ്പീഡിന്റെ, അതായത് എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സലേഷൻ ഏതൊരു സാധനത്തിലും ഞാൻ മുകളിലേക്ക് എറിയുകയാണെന്നുണ്ടെങ്കിൽ അത് താഴേക്ക് തന്നെ വരുന്നുണ്ട്. കാരണം എന്താ, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനെ താഴേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അതിനെ താഴേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ ഈ റോക്കറ്റിനൊക്കെ നമ്മൾ ഈ എർത്തിൻ്റെ ഈ ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ പുറത്തേക്ക് പോകണം, എന്നാലാണ് ബാക്കിയുള്ള പ്ലാനറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ, സാറ്റലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ എത്ര വെലോസിറ്റിയിൽ പോകണം, അതായത് ഈ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇങ്ങനെ തിരിച്ച് വലിക്കാതിരിക്കാന്, പിടിച്ച് പുറകിലേക്ക് വലിക്കാതിരിക്കാന് എത്ര സ്പീഡിൽ അവർ മുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ഉള്ളിൽ വരുമ്പോഴാണല്ലോ ആക്സലേഷൻ അല്ലെങ്കിൽ ഏതൊരു ബോഡിയെയും ഇവൻ താഴേക്ക് പിടിച്ച് വലിക്കുന്നത്, ആര്, എർത്ത്. അപ്പൊ അതിന് പുറത്തേക്ക് എത്തിയാൽ പിന്നെ എന്തില്ല, പ്രശ്നമില്ല. അപ്പൊ അതിന് പുറത്തേക്ക് എത്താൻ വേണ്ടി ഞാൻ എത്ര സ്പീഡിൽ താഴെ നിന്ന് പോകണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് ആ സ്പീഡിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, എസ്കേപ്പ് സ്പീഡ് അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും. അപ്പൊ ആ എസ്കേപ്പ് വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ എസ്കേപ്പ് വെലോസിറ്റി ഞാൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ കേസിൽ ടോട്ടൽ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ടോട്ടൽ എനർജി എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെയാണ് എൻ്റെ റോക്കറ്റ് ഉള്ളത് കേട്ടോ. അതിനെന്താ ഇവിടെ എത്തണം. ഓക്കെ, അതായത് ഇത്രയും ഏരിയ ഞാൻ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് മുകളിലേക്ക് എത്തണം. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം ഇവ മുകളിലേക്ക് പോകുന്ന വെലോസിറ്റി ഞാൻ വി ഇ എന്നെടുക്കുകയാണ്, ഇവൻ്റെ മാസ് ഞാൻ എം എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന കൈനറ്റിക് എനർജി എന്തായിരിക്കും, ഹാഫ് എം ഇൻറ്റു വി ഇ സ്ക്വയർ. ഓക്കെ, അതായത് ഇവിടുത്തെ കേസിൽ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആയിട്ടുള്ള ടോട്ടൽ എനർജിയും ഫൈനൽ ടോട്ടൽ എനർജിയും സെയിം ആയിരിക്കണം എന്നല്ലേ. അപ്പോൾ ഇനീഷ്യൽ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരിക, കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയും. അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് ഇനീഷ്യൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ ആണ്. ഓക്കെ സാർ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജി എന്തായിരിക്കും, ഇത് മുകളിലേക്ക് പോകുന്ന വെലോസിറ്റി വി ഇ, അതാണ് നമ്മുടെ എസ്കേപ്പ് സ്പീഡ് അല്ലെ, എസ്കേപ്പ് വെലോസിറ്റി. അതിന്റെ മാസ് എം ആണെങ്കിൽ ഹാഫ് എം വി ഇ സ്ക്വയർ ആയിരിക്കും അതിന്റെ കൈനറ്റിക് എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു സ്മോൾ ലെറ്റർ എം മാസിനെ നമ്മൾ ഇതാ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ കൊടുക്കേണ്ട പൊട്ടൻഷ്യൽ എനർജി ആണെന്ത്, ജി എം എം ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ ആർ. ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഡിസ്റ്റൻസിലേക്കാണോ കൊണ്ടുവരേണ്ടത് അവിടേക്കാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള നമ്മുടെ മാസ് ഇതാ ഇവിടെ ക്യാപിറ്റൽ എം എർത്ത് ഉണ്ട്. ദെൻ ഇപ്പോൾ നമ്മുടെ മാസ് ഉള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ റോക്കറ്റ് ഉള്ളത് എർത്തിന്റെ സർഫസിൽ, അതായത് ആർ എന്നുള്ള ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു. പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ജി എം എം ബൈ ആർ ആയതുകൊണ്ട് പ്ലസ് എന്നുള്ള അവിടെ എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും. ഇനി ഫൈനൽ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കഴിഞ്ഞാൽ പിന്നെ ആ റോക്കറ്റിന് വെലോസിറ്റി ഇല്ല. വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായിരിക്കും, 0 ആയിട്ട് മാറും. ഫൈനൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അതേപോലെ തന്നെ ഇതിപ്പോ ഇൻഫിനിറ്റി എന്നുള്ള അത്രയും ദൂരത്തെ എത്തണ്ടേ. അപ്പൊ ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ യു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ യു ഫൈനലും അതേപോലെ പൊട്ടൻഷ്യൽ എനർജി ഫൈനലും കൈനറ്റിക് എനർജി ഫൈനലും എത്രയാണ്, 0 ആണ്. അപ്പൊ ടോട്ടൽ എത്രയായിട്ട് നമുക്ക് പറയാൻ പറ്റും, 0 എന്ന് പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഇനി മൈനസ് ജി എം എം ബൈ ആറിനെ ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് എടുത്താൽ ഹാഫ് എം വി ഇ സ്ക്വയർ ഈക്വൽ ജി എം എം ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. സ്മോൾ ലെറ്റർ 2 എം ഞാൻ കട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഹാഫ് വി ഇ സ്ക്വയർ ഈക്വൽ ജി എം ബൈ ആർ 2നെ ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പൊ എന്തായിരിക്കും 2 ജി എം ബൈ ആർ. ഓക്കെ അല്ലെ, 2 ജി എം ബൈ ആർ എന്ന് വരും. അപ്പോൾ ഇനി ആ റൂട്ട് എടുത്താൽ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ജി എം ബൈ ആർ. രണ്ട് ഭാഗത്ത് ഞാൻ റൂട്ട് എടുത്തു. അപ്പോൾ ഇവിടെയും റൂട്ട് എടുത്തു, ഇവിടെ റൂട്ടും സ്ക്വയറോടെ എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോയി. മറ്റൊരു റൂട്ട് ഓഫ് 2 ജി എം ബൈ ആർ. ഇതാണ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ വാല്യൂ എത്ര അറിയും, വി ഈസ് ഈക്വൽ ടു 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും സ്പീഡിൽ ഇനീഷ്യലി നമ്മൾ റോക്കറ്റിനെ ആകാശത്തേക്ക് പടത്തി വിടുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ത് ചെയ്യും, ഓവർകം ചെയ്തിട്ട് വേറെ എങ്ങോട്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ വേണ്ടി പറ്റും എന്നുള്ള. അല്ലെങ്കിൽ അത് ഒരു 10 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് അതിന് മുകളിലേക്ക് വിടുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ റോക്കറ്റ് എന്ത് ചെയ്യും, താഴേക്ക് തന്നെ പതിക്കും. അതാണ് അവിടുത്തെ അവസ്ഥ കേട്ടോ. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ നേരത്തെ ആക്സലേഷൻ ഒരു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ പറഞ്ഞു, ജി ഇസ്ക്വൽ ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഈ ആർ സ്ക്വയർ ഞാൻ ഇവിടെ എടുത്ത ജി ആർ സ്ക്വയർ ഇക്വൽ ജി എം അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ ജി എമ്മിന് പകരം ഞാൻ ജി ആർ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ എന്താ വരിക, 2 × ജി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് വന്നു. ഒരാറും അവിടെ ക്യാൻസൽ ആയി, ബാക്കി റൂട്ട് ഓഫ് 2 ജി ആർ. ക്ലിയർ അല്ലേ? ഇതാണ് എസ്കേപ്പ് വെലോസിറ്റി അല്ലെ എസ്കേപ്പ് സ്പീഡിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ദെൻ അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ, ഒരു സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് എർത്തിന്റെ ഒരു സാറ്റലൈറ്റ്, നേച്ചുറൽ സാറ്റലൈറ്റ് ആണ് നമ്മുടെ മൂൺ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ എർത്തിന് ചുറ്റും മൂൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. എർത്തിന്റെ സർഫസിലാണോ, അല്ല, എർത്തിന് ഒരു ഹൈറ്റ് എത്രയോ ഹൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്, മൂൺ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂൺ ഇതാ ഈ എർത്തിന് ചുറ്റും, ഇത് എർത്താണെങ്കിൽ എർത്തിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അറ്റേ ഹൈറ്റ് ഞാൻ എത്ര എടുക്കുകയാണ്, എച്ച് എന്നുള്ള ഒരു ഹൈറ്റ് എടുക്കുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് റിവോൾവ് ചെയ്യുന്ന സ്പീഡ് അത് നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്നാ പറയാം. ആ ഓർബിറ്റൽ വെലോസിറ്റി എത്രയെന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിപ്പോ ഒരു സർക്കുലാർ പാത്തിലല്ലേ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത്, ആരെ ചുറ്റും, എർത്തിന് ചുറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് സെന്ററിലേക്ക് വേണ്ടേ. അപ്പൊ ഇവിടെ ആരായിരിക്കും ആ നെസസറി ആയിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആരൊക്കെ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എർത്തിന്റെ മാസും അതേപോലെ മൂണിന്റെ മാസും തമ്മിൽ എന്തുണ്ടാവും, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഇവിടെ നെസസറി ആയിട്ടുള്ള എന്ത് കൊടുക്കുന്നത്, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എഫ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ എഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഈ സ്മോൾ ലെറ്റർ എം മാസ് ഇതാ ഇവിടെ ഇങ്ങനെ റിവോൾവ് ചെയ്യല്ലേ, അതിന്റെ വെലോസിറ്റി v0 ആണ്. നമുക്കറിയാം നോർമലി സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എം വി സ്ക്വയർ ബൈ ആർ ആണ്. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ബോഡി ആണ്, റിവോൾവ് ചെയ്യുന്ന ബോഡിയുടെ മാസ് ആണ് എം എന്ന് പറഞ്ഞാൽ. അപ്പൊ റിവോൾവ് ചെയ്യുന്ന മൂണാണ്, മൂണിന്റെ മാസ് നമ്മൾ സ്മോൾ ലെറ്റർ എം എന്ന് എടുത്തു. അപ്പൊ എം വി സ്ക്വയർ ബൈ ആർ ആണ്, വെലോസിറ്റി വി ഒ ആണ്. അപ്പൊ ആർ എന്ന് പറഞ്ഞാൽ ഈ ആ സെൻട്രൽ പോയിന്റിൽ എന്താ ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ആയിരുന്നു എം വി സ്ക്വയർ ബൈ ആറിലെ, അതായത് നമ്മൾ സാധാരണ എം വി സ്ക്വയർ ബൈ ആറിലെ ഈ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ എന്താ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ സെൻട്രൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആരൊക്കെ വരിക, സർഫസ് വരെ ആരുണ്ട്, ആർ ഉണ്ട്. സർഫസ് കഴിഞ്ഞാൽ പിന്നെ അറ്റേ ഹൈറ്റ് എന്തുണ്ട്, എച്ച് ഉണ്ട്. അപ്പൊ ഈ ആറിന് വരെ എന്തായിരിക്കും, ആർ പ്ലസ് എച്ച് ആയിരിക്കും. അതാണ് എം വി 0 സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് എന്ന് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നോക്കുമ്പോൾ ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ ലെറ്റർ എം ഡിവൈഡ് ബൈ ഇവർക്കുള്ള ഡിസ്റ്റൻസ് അതും ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. അപ്പോൾ ആർ പ്ലസ് എച്ച് ഒരു ആർ പ്ലസ് എച്ച് അവിടെ പോയി, സ്മോൾ ലെറ്റർ എം അവിടെ പോയി. അപ്പോൾ വി 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ വന്നത്, ജി എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച്. ദാറ്റ് ഈസ് വി 0. രണ്ട് ഭാഗത്ത് ഞാൻ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് കട്ടായി, ഇവിടെ റൂട്ട് വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ജി എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച്. ഇതാണ് ശരിക്കുള്ള എന്തിന്റെ ഇക്വേഷൻ, ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ചില കേസിൽ ഈ എച്ച്, ഈ ഹൈറ്റ്, അതായത് എർത്തിന്റെ സർഫസിൽ നിന്നുള്ള ഈ ഹൈറ്റ് വളരെ ചെറുതാണെങ്കിൽ, എച്ച് വെരി 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 ലെസ് ദാൻ ആർ ആണെന്നുണ്ടെങ്കിൽ ആർ പ്ലസ് എച്ച് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ നമുക്ക് എന്ത് ചെയ്യാം, 6 എന്ന് തന്നെ പറയാം. അപ്പൊ ഈ ഇക്വേഷൻ ആർ പ്ലസ് എച്ച് ഞാൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്ന് എടുക്കുന്നു, 6 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ജി എം ഈക്വൽ ജി ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഏതിന്റെ കേസിൽ നിന്ന്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ
ഇക്വേഷനിൽ നിന്ന് അത് ഞാനിതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ GR² ഡിവൈഡ് ബൈ R വന്നു. ഒരു ആറും ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് V0 √GR. ഇതാണ് അവിടുത്തെ എന്തിന്റെ ഇക്വേഷൻ? ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളത്. ഇനി നമ്മളെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ഈ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു ഇതങ്ങോട്ട് പൂർണ്ണമായിട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫ്ലൂയിഡ്സ് എന്നുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫ്ലൂയിഡ്സ് എന്നാൽ ഏറ്റവും കൂടുതൽ എന്നുള്ളത് ഡെറിവേഷൻ, അത് കഴിഞ്ഞിട്ട് ഗ്രാവിറ്റേഷനാണ്. അപ്പോൾ ഫ്ലൂയിഡ്സിന്റെ ഒന്നാമത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് എ സ്ട്രീം ലൈൻ ഫ്ലോ അത് പ്രൂവ് ചെയ്യാനാണ്. അതിന് ഏകദേശം 2 മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ശരിക്കും നടക്കുന്ന കാര്യം എന്താ വെച്ചാൽ കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അതായത് ഇപ്പോൾ ഇതാണ് പൈപ്പ് കേട്ടോ, അതായത് ഇങ്ങനെയുള്ളൊരു പൈപ്പാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ ഏരിയ കുറവും ഇവിടെ ഏരിയ എന്താണ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇത് A1 ഇത് A2 എന്ന് നിർത്തും. ഇതിലൂടെ പാസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി V1, ഇവിടുത്തെ പാസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി V2. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ΔX, ഈ ΔX1 എന്ന് കൊടുത്തു, ഇവിടെ ΔX. അതെന്താ സാറേ ഞാൻ അങ്ങനെ കൊടുത്തത്? അതെന്താ വെച്ചാൽ ഇവിടുന്ന് ഞാൻ ഒറ്റ കാര്യം പറയാണ്, ഇവിടുന്ന് ഒരു 10 ലിറ്റർ വെള്ളം ഇതിനുള്ളിൽ കയറി വെച്ചോളി. അപ്പോൾ അതിനനുസരിച്ച് 10 ലിറ്റർ വെള്ളം എന്താ ഇവിടുന്ന് പോകണ്ടേ? അതായത് ഇവിടുന്ന് എൻ്റർ ചെയ്യുന്ന മാസിന്റെ എമൗണ്ടും പുറത്തേക്ക് പോകുന്ന മാസിന്റെ എമൗണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പുറത്തേക്ക് പോകുന്ന മാസിന്റെ എമൗണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് മാസ് ഫ്ലോ ഔട്ട് ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ ഇൻ. അതാണ് ഇവിടെ കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ളത് പറയാനുള്ള കാരണം. അപ്പോൾ മാസ് ഫ്ലോ ഔട്ട് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ പുറത്തേക്ക് പോകുന്ന നമ്മൾ V2 എന്നാണ് എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒറ്റ കാര്യം ചെയ്യാൻ പോണേ, ഇത് ഞാൻ V2ഉം ഇത് V1 നോക്കാൻ പോകണം. കാരണം ഇക്വേഷനിൽ ഞാൻ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ മാസ് ഫ്ലോ ഔട്ട് അല്ലെ, ഫ്ലോ പുറത്തേക്ക് പോകുന്ന വെള്ളം ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു മാസ് ഫ്ലോ ഇൻ. ഓക്കെ, ഞാനത് മാറ്റുന്നില്ല, ഞാൻ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുക മാറ്റട്ടോ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം പിക്ചർ മാറ്റിയാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ നോക്കാം, മാസ് ആണ്. മാസ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് അല്ലേ? അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു മാസ് ഫ്ലോ ഇൻ ആണ് അത് പറയുന്നത്. ഇതൊക്കെ സ്ട്രീം ലൈൻ ഫ്ലോ ആണ്, ഡെൻസിറ്റി കോൺസ്റ്റന്റ്. അപ്പോൾ റോ ഇൻറ്റു V1, അതായത് ഇതിൻ്റെ വെലോസിറ്റി ഇതാ ഇങ്ങോട്ടേക്കുള്ളത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ആ വോളിയം ഞാൻ എന്ത് ചെയ്യാണ്? V1 എന്ന് എടുക്കുകയാണ്. ഓക്കെ, വോളിയം ഞാൻ എന്ത് ചെയ്യാണ്? V1 എന്ന് എടുക്കുന്നു. അതേപോലെ അടുത്തെന്തായിരിക്കും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഞാൻ V2 എന്ന് എടുക്കുന്നു. ഓക്കെ, 2 വോളിയം വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വോളിയത്തിന് വേണമെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ കേട്ടോ, ഇത് വോളിയം. ഓക്കെ, ഇത് വെലോസിറ്റി ഞാൻ എന്താ ഇങ്ങനെ ഇടാം. ഓക്കെ, വെലോസിറ്റിയാണ്, മറ്റേത് വോളിയാണ് കേട്ടോ, രണ്ടും മനസ്സിലാക്കണേ. അപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് തന്നിട്ടുള്ളത് വെലോസിറ്റിയാണ് കേട്ടോ. ഓക്കെ, V1 V2 തന്നിട്ടുള്ളത് വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ വോളിയം, അതായത് ഇത്രയും ഏരിയ, അതായത് ഇവിടെ ഏരിയ കുറവായതുകൊണ്ട് കൂടുതൽ ഏരിയയിൽ എന്തുണ്ടാവും? സെയിം മാസ്. അതായത് ഇവിടെ 10 ലിറ്റർ നിൽക്കുക, ചിലപ്പോൾ ഇത്രയും സ്ഥലമാണെങ്കിൽ ഇവിടെ ഏരിയ കൂടുതലാണ്, ഇതാ കുറച്ച് സ്ഥലം മതി. ഓക്കെ, അതാണ് ΔX2 ΔX1 എന്ന് എടുക്കാനുള്ള കാരണം. അപ്പോൾ മാസ് 2 സ്ഥലത്തും സെയിം ആണ്. അപ്പോൾ മാസ് സെയിം ആണ് എന്നുള്ളതിന് അർത്ഥം എന്താണ്? അതായത് ഇവിടുന്ന് എൻ്റർ ചെയ്യുന്ന മാസും ലീവ് ചെയ്യുന്ന മാസും സെയിം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മാസ് ഫ്ലോ ഇൻ ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ ഔട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളിലേക്ക് പോകുന്ന മാസ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അതിന് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു V1 എന്ന് എടുത്തു. ഓക്കെ, ഇതിലൂടെ എൻ്റർ ചെയ്യുന്നത്. അടുത്തത് ഡെൻസിറ്റി ഇൻറ്റു V2. ഓക്കെ, അതായത് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളം. ഓക്കെ, അപ്പോൾ അതാണ് മാസ്. ദെൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയത്തെ നമുക്ക് ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പോൾ ഇവിടുത്തെ ഏരിയ A1 ആണ്. ഇവിടെ എത്ര ഏരിയ ഉള്ളത്? ΔX1 എന്നുള്ള ലെങ്ത്തിലുള്ളത്. അപ്പോൾ ഏരിയ ഇൻറ്റു ΔX1. ദെൻ അടുത്ത ഇവിടെ നോക്കുമ്പോൾ A2 ഏരിയ ഇൻറ്റു ΔX2. ഇതാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ A2 ഇൻറ്റു ΔX2, അതായത് ഇവിടുത്തെ വോളിയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? വോളിയമാണ് കേട്ടോ. V എന്ന് പറഞ്ഞാൽ വോളിയമാണ്. ഈ V എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയാണ്. അത് മാറിപ്പോകരുത് കേട്ടോ ഒരിക്കലും. ക്ലിയർ? അപ്പോൾ ഇതാ കഴിഞ്ഞു. ഇനി ഡിവൈഡ് ബൈ ടൈം എടുത്താൽ മതി. അതായത് ഇവന് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ ΔT ആണ്. അതേപോലെ ഇവനും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന ടൈം എന്തായിരിക്കും? ΔT. അതായത് ഒരേ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഒരേ എമൗണ്ട് ഓഫ് വാട്ടർ എന്ത് ചെയ്യുന്നത്? ലീവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡിവൈഡ് ബൈ ΔT കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ A1 ഇൻറ്റു ΔX1 ഡിവൈഡ് ബൈ ΔT. അതേപോലെ A2 ഇൻറ്റു ΔX2 ഡിവൈഡ് ബൈ ΔT. അപ്പോൾ ΔX1 ബൈ ΔT, ΔX2 ബൈ ΔT അതെന്തായിരിക്കും? ΔX ബൈ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം അല്ലേ, അതെന്താ? വെലോസിറ്റി. അപ്പോൾ A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് AV ഈസ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും, A കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും. ഇതാണെന്ത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇതാണെന്ത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഇത് പ്രൂവ് ചെയ്യാൻ മിക്കവാറും വരും കേട്ടോ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഡെറിവേഷനിലേക്ക് പോവാണ്. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിയുടെ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്? പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതിനുശേഷം 3 ഡെറിവേഷനും കൂടെ നമുക്കുണ്ട്. ഓക്കെ, 20 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. ഇവിടെ ചെറിയൊരു അതായത് ഈ പൈപ്പിന്റെ ഇവിടെ ഹോള് ചെറുതാണ്, ഇവിടെ എന്താണ്? വലിയ ഹോളാണ്.
ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഒരു പ്രഷർ ഉണ്ട്, വെള്ളം ഉള്ളിലേക്ക് പോകുമ്പോഴുള്ള പ്രഷർ ഞാൻ P1 എന്ന് കൊടുക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് ഞാൻ H1 കൊടുക്കുന്നു, ഇവിടെയുള്ള ഹൈറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, H2 എന്നും കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? ഇതിലൂടെ വെള്ളം പോകുന്നുണ്ട് V1 വെലോസിറ്റിയിൽ, ഇതിലൂടെ വെള്ളം പോകുന്നുണ്ട് V2 വെലോസിറ്റിയിൽ പുറത്തേക്ക്. പക്ഷെ നമുക്കറിയാം രണ്ട് പേരുടെയും വോളിയം എന്തായിരിക്കും സെയിം, എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും വോളിയം എന്തായിരിക്കും, സെയിം ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ശരിക്കും എന്താണ്, കൺസർവേഷൻ ഓഫ് എനർജിയാണ്. കൺസർവേഷൻ ഓഫ് എനർജി ആണ് ഇവിടെ ശരിക്കും നടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കൺസർവേഷൻ ഓഫ് എനർജിയുടെ കേസാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ, ശരിക്കും ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ള. ഏതൊക്കെ എനർജിയാ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് യൂണിറ്റ് വോളിയം പ്ലസ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇത് മൂന്നും കൂടെ കൂട്ടിയ ഒരു കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് എന്തിന്റെ കേസ് ഉള്ളത്, ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ തിയറി ആയിട്ട് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് പറഞ്ഞതുകൊണ്ട് സാർ അത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ ചേഞ്ചിങ് കൈനറ്റിക് എനർജി, അതായത് ഇവിടെയും ഇവിടെയാണ് കൈനറ്റിക് എനർജിയുള്ള ചേഞ്ച്. അപ്പോൾ രണ്ട് സ്ഥലത്തും നമുക്കറിയാം മാസിന്റെ ഫ്ലോ എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം ഒരേ എമൗണ്ട് ഓഫ് മാസ് ആയിരിക്കും, എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും ഒരേ എമൗണ്ട് ആണ്, അപ്പോൾ മാസ് സെയിം ആണ്. അപ്പോൾ ഇവിടുത്തെ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഹാഫ് M ഇൻറ്റു V1 സ്ക്വയറും ഇവിടുത്തെ കൈനറ്റിക് ഹാഫ് M ഇൻറ്റു V2 സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് എന്തായിരിക്കും, ഹാഫ് M ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ക്ലിയർ? ഇനി പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ഹൈറ്റ് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഹൈറ്റ് H1 ആണ്, ഇവിടുത്തെ ഹൈറ്റ് H2 ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി mg ഇൻറ്റു H1 ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി mg ഇൻറ്റു H2 ആയിരിക്കും. അപ്പോൾ അവർക്കുള്ള ചേഞ്ച് എന്തായിരിക്കും, mg ഇൻറ്റു H2 മൈനസ് H1. mgh2 മൈനസ് mgh1, mg കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ mg ഇൻറ്റു H2 മൈനസ് H1. ദെൻ ടോട്ടൽ വർക്ക് ഓൺ ദ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിൽ ഇതാ ഇവിടെ ഒരു W1 വർക്കും ഇവിടെ ഒരു W2 എന്നുള്ള വർക്കുണ്ട്. അപ്പോൾ ഈ വർക്കിന്റെ ഇക്വേഷൻ പ്രഷർ ഇൻറ്റു വോളിയം, പ്രഷർ ഇൻറ്റു ഡെൽറ്റ വി, ഇത് നിങ്ങൾ തെർമോഡൈനാമിക്സ് ഉള്ള ഇക്വേഷനിൽ പഠിക്കും കേട്ടോ. ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം വർക്ക് ഈസിക്കൽ പ്രഷർ ഇൻറ്റു ഡെൽറ്റ വി, ഓക്കെ, പ്രഷർ ഇൻറ്റു വോളിയം എന്നുള്ള ഇക്വേഷൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വോളിയം എന്തായിരിക്കും, അതായത് രണ്ട് പേസിലുള്ള വോളിയം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഇവിടുന്ന് ഉള്ളിലേക്ക് കയറുന്ന വോളിയം ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന വോളിയം എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ P1 ആണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടുത്തെ വർക്ക് W1 എടുക്കുകയാണെങ്കിൽ അത് P1 ഇൻറ്റു ഡെൽറ്റ വി. ഇവിടുത്തെ വർക്ക് W2 എന്ന് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രഷർ P2 അല്ലേ, P2 ഇൻറ്റു ഡെൽറ്റ വി. ഇവിടുത്തെ പ്രഷർ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആയിരിക്കും കേട്ടോ, P2 ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ ഈ പ്രഷർ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഈ പ്രഷർ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഞാൻ W1 പ്ലസ് W2 എടുക്കുമ്പോൾ നമുക്കറിയാം P1 ഡെൽറ്റ വി അങ്ങോട്ടേക്കാണ്, മൈനസ് P2 ഡെൽറ്റ വി വരുന്നത്. കാരണം എന്താണ്, ഈ പ്രഷർ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രഷർ ഇതാ ഇവിടുന്ന് മാർക്ക് ചെയ്യാണ്, ഈ പ്രഷർ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഈ പ്രഷർ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി എന്നെടുക്കും. അപ്പോൾ ഡെൽറ്റ വി ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി. ഇതാണ് ഇവിടുത്തെ എന്തിൻ്റെ ഇക്വേഷൻ, ടോട്ടൽ വർക്ക്. ആ ഫ്ലൂയിഡിലുള്ള ടോട്ടൽ വർക്ക് എത്രയാണെന്ന് കിട്ടി, P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ആണ് നമുക്ക് എന്ത് ചെയ്തു അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റി. ഇത് നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ ആയി എന്ന് എന്ത് ചെയ്യാണ് സാറ് അസ്യൂം ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദെൻ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വർക്ക് എനർജി തിയറി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി എന്നുള്ളതാണ് അല്ലേ. അതായത് വർക്ക് ഈസ് ഈക്വൽ ടു എനർജി എന്നുള്ളതാണ് എന്ത്, വർക്ക് എനർജി തിയറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് പറഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് W1, ഇവിടെ ഒരു വർക്ക് W2 അല്ലേ. അപ്പോൾ ഇവിടെ W1 ഇവിടെ നിന്നാണ് W2, അത് ഇവിടുത്തെ ടോട്ടൽ എനർജിക്ക് ഈക്വൽ. ഏതൊക്കെ എനർജി ആണത്, കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയും. അപ്പോൾ നമുക്ക് ഇത് അങ്ങനെ എഴുതാൻ പറ്റും, W1 പ്ലസ് W2 ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ W1 പ്ലസ് W2 പറഞ്ഞത് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ആണ്. ദെൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ നമുക്കറിയാം, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഹാഫ് M ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് mg ഇൻറ്റു H2 മൈനസ് H1. ഞാൻ മൊത്തത്തിൽ ഡെൽറ്റ വിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഡെൽറ്റ വിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ വി ക്യാൻസലായി P1 മൈനസ് P2 വരുന്നുള്ളൂ. ഇനി അടുത്തത് ഇവിടെ മാസ് ബൈ ഡെൽറ്റ വി, മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി അല്ലേ. അപ്പോൾ ഈ മാസ് ബൈ ഡെൽറ്റ വി ഞാൻ നമ്മൾ എന്ത് ചെയ്യും, റോ കൊടുക്കും. ഇവിടെയും മാസ് ബൈ എന്ത് വരും, ഡെൽറ്റ വി, അതും എന്തായിരിക്കും ഡെൻസിറ്റി റോ എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല, നേരെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ, ഹാഫ് റോ ഇൻറ്റു മൈനസ് ഹാഫ് റോ ഇൻറ്റു V1 സ്ക്വയർ പ്ലസ് റോ ജി H2 മൈനസ് റോ ജി H1. ക്ലിയർ അല്ലേ? ഇനി H1 1 എന്നുള്ളതിനൊക്കെ ഒരു ഭാഗത്തും 2 എന്നുള്ളതിനൊക്കെ ഒരു ഭാഗത്തും വെക്കാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ P1 ഇതാ ഇവിടെ ഉണ്ട്, ഹാഫ് റോ V1 സ്ക്വയർ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ മൈനസ് റോ ജി H2 ഇതാ ഈക്വൽ ടുവിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് റോ ജി H2. പിന്നെ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് P2 ഞാൻ ഈക്വൽ മൈനസ് P2 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് P2. ഓക്കെ, അപ്പോൾ P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ ഇതാ ഇവിടെ ഉണ്ട് പ്ലസ് റോ ജി H2 ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് P പ്ലസ്, അപ്പോൾ ഈ നമുക്ക് ഇവിടെ രണ്ട് സൈഡും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാം ഒരേ ടേം
ടേമാണ്. അപ്പോൾ നമുക്ക് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് ഇവിടെ കിട്ടും. ഇതാണ് ബെർണോളീസിന്റെ പ്രിൻസിപ്പിൾ. ബെർണോളീസ് പ്രിൻസിപ്പിളിന്റെ പ്രൂഫാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? പ്രഷർ എനർജിയാണ്. പി എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഇത് സൈഡിൽ എഴുതി കേട്ടോ. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ എനർജിയാണ്. പി എന്ന് പറഞ്ഞാൽ പ്രഷർ എനർജി. അതേപോലെ അടുത്തത് ഹാഫ് റോ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം കേട്ടോ. പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. ഹാഫ് റോ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. ദെൻ റോ ജി എച്ച് വൺ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? റോ ജി എച്ച് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഇവരെ മൂന്നും കൂടെ ആഡ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതാ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതാണ് ബെർണോളീസിന്റെ പ്രിൻസിപ്പിൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ബെർണോളീസിന്റെ പ്രിൻസിപ്പിളിലെ ഫസ്റ്റ് അപ്ലിക്കേഷൻ ആണെന്ത്? ടോറിസെല്ലീസ് ലോ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ടാങ്കിൽ ഞാൻ നിറച്ചും വെള്ളം എടുക്കുകയാണ്, എന്നിട്ട് ആ ടാങ്കിന് ഒരു ഹോൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഹോളിലൂടെ വെള്ളം കടന്നു പോകുമ്പോൾ ആ ഹോളിലൂടെ കടന്നു പോകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്പീഡ് ഓഫ് എഫ്ലക്സ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ ടാങ്ക്. ശരിക്കും ശ്രദ്ധിക്കണേ, ഇതാണ് നമ്മുടെ ടാങ്ക്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഞാൻ ഹോൾഡ് ഉള്ളത്. ഈ ടാങ്കിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയാൻ y2 എന്നെടുത്തുള്ളത്. ദാ ടോട്ടൽ ഹൈറ്റ്. ഇവിടെ കുറച്ച് മോയ്സ്ചർ ഉണ്ട്, അതെന്നുണ്ടെങ്കിൽ കുറച്ച് എയർ കുറച്ചൊരു ഗ്യാപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഇട്ടെന്ന് പറഞ്ഞാൽ അവിടെ എയർ ഉണ്ട് എന്നുള്ള അർത്ഥം. അപ്പോൾ എയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സർഫസിന് എന്ത് പ്രഷർ കിട്ടും? അറ്റ്മോസ്ഫറിക് പ്രഷർ PA അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? കിട്ടുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ രണ്ട് പോയിന്റ്, ഇനി ഈ ഹോളിൽ നിന്ന് താഴേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ y1 എന്ന് എടുത്തു. ഇനി ഇവർക്കിടയിലെ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? h. അതായത് y2 നിന്ന് y1 കുറച്ചാൽ ഈ ഡിസ്റ്റൻസ് ഞാൻ h എന്ന് എടുത്തു. ഇനി ഇവിടുത്തെ ഏരിയ, ഈ ടാങ്കിന്റെ മുകൾ ഭാഗത്ത് ഏരിയ വലിയ ഏരിയ ആണ് അല്ലേ? ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ കുറവുമാണ്. ഓക്കെ, അതായത് A1 എടുത്തു ഇവിടുത്തെ ഏരിയ A2 എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു AB ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നല്ല ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ. അപ്പോൾ ഏരിയ വളരെ ചെറുതാണ്, അതായത് ഏരിയ ഭയങ്കര വലുതാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി വളരെ കുറവായിരിക്കും. അതാണ് A ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V എന്നുള്ളതിന്റെ കേസ് അല്ലേ? AB കോൺസ്റ്റന്റ് A ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമുക്ക് എന്ത് പറയാം? V എന്ന് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏരിയ വളരെ കൂടുതലാണെങ്കിൽ വെലോസിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഹോളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഏരിയ ടാങ്കിന്റെ ഏരിയ ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? 0 എന്നായിരിക്കും എടുക്കുക. ഓക്കെ, ഇവിടുത്തെ വെലോസിറ്റി V2 എന്നെടുത്തു. ആ വെലോസിറ്റി V2 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോളിലൂടെ കടന്നു പോകുന്ന വെലോസിറ്റി എന്താണ്? V1 ആണ്. ആ V1 എത്രയെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V1 എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. V1 എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന കേസ് എന്ന് വെച്ചാൽ ഇവിടെ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്നുള്ളതിന് പകരം ഞാൻ തൽക്കാലം വെറും ഒരു പ്രഷർ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. അതായത് നമ്മളെ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ, ഓക്കെ ഞാൻ ഇവിടെ കളർ എടുക്കാം. അതായത് ഇവിടെ നമ്മളൊരു പ്രഷർ എടുക്കുന്നത് P എന്നുള്ള പ്രഷറാണ് എടുക്കുന്നത്. ഓക്കെ, അതായത് അറ്റ്മോസ്ഫിയർ P2 എന്നുള്ളത് P എന്നുള്ള പ്രഷറാണ്. ആ അറ്റ്മോസ്ഫിയർ പ്രഷർ ആവുമോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അതായത് ഈ ഒരു ഭാഗം കണ്ട് ഓപ്പൺ ആക്കി വിട്ടാൽ പിന്നെ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് സ്പെഷ്യൽ കേസ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ കേസ്. ഫസ്റ്റ് നമ്മൾ അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2. ഓക്കെ, അപ്പോൾ ഇതിൽ A2 ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എന്താണ്? A1 ആണ്. അപ്പോൾ V2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞു A2 ഏരിയ സെക്കൻഡ് വണ്ണിൻ്റെ ഏരിയ ഫസ്റ്റ് വണ്ണിനേക്കാളും വലുതായതുകൊണ്ട് V2 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ ഇത് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? P1 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രഷർ അല്ലേ, P2 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രഷറും അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം അറ്റ്മോസ്ഫിയർ ആയിട്ട് ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടാവും. അത് ഞാൻ PA എന്ന് എടുത്തു. അപ്പോൾ P1 പകരം PA ഇനി ഇവിടുത്തെ വെലോസിറ്റി V1 ആയതുകൊണ്ട് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് എത്രയാണ്? Y1 അല്ലേ. അതായത് ഹൈറ്റ്, അതായത് പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് താഴെ എന്നുള്ള എടുക്കേണ്ടത്. അപ്പോൾ ആ Y1 ആണ്. അപ്പോൾ റോ G ഇൻറ്റു Y1 പ്ലസ് അടുത്തത് P2. ഇവിടുത്തെ പ്രഷർ എത്രയല്ല, P2ൻ്റെ പ്രഷർ P എന്ന് എടുക്കാം. നമുക്ക് P2ൻ്റെ പ്രഷർ ഞാൻ എന്തെടുക്കുകയാണ്? P എന്ന് ഞാൻ എടുത്തു. ഓക്കെ, P2ൻ്റെ പ്രഷർ ഞാൻ P എന്ന് എടുക്കുകയാണ്. ഓക്കെ, 2 എന്നുള്ള ഞാൻ വായിക്കുകയാണ്. P എന്നെടുത്തു. P പ്ലസ് ദെൻ രണ്ടാമത്തെ ടേം ഇതാ ഇവിടെ ഉള്ളത് ഹാഫ് റോ V2 സ്ക്വയർ അല്ലേ. V2 0 ആയതുകൊണ്ട് ഈ ടേം ഇതാ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഉണ്ടാവില്ല. ദെൻ റോ GH2 എന്ന് പറഞ്ഞാൽ H2 എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് അല്ലേ.
ഓക്കെ, മുകളിലേക്കുള്ള ഈ ഒരു ഏരിയയാണ് രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടേക്കുള്ള ഹൈറ്റ് നമ്മൾ y2 എന്ന് എടുത്തു. അപ്പോൾ റോ ജി ഇൻറ്റു y2 എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഇനി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതിയെ. പി എനെ ഞാൻ അപ്പുറത്തേക്ക് എടുത്തു, അപ്പോൾ പി മൈനസ് പി എ എന്ന് വന്നു. ഓക്കെ, പിന്നെ റോ ജി എന്നുള്ളതിനെ ഞാൻ ഇപ്പുറത്തേക്ക്, അല്ലെങ്കിൽ റോ ജി y1 ഞാൻ അപ്പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ റോ ജി ഇൻറ്റു y2 ഉണ്ട് ഇവിടെ, അപ്പോൾ y2 മൈനസ് y1 എന്ന്. റോ ജി കോൺസ്റ്റന്റ് എടുത്ത് y2 മൈനസ് y1, ദെൻ ഹാഫ് റോ v1 സ്ക്വയർ ഇതാ ഇവിടെയുണ്ട്. ക്ലിയർ അല്ലേ? ഈ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ടോട്ടൽ ഹൈറ്റ് y2 ആണ്. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് y2 ആണ്. ഇത് y1 ആണെങ്കിൽ y2ൽ നിന്ന് y1 കുറച്ച്, അതാണ് നമ്മുടെ h എന്ന് പറഞ്ഞാൽ. അപ്പോൾ y2 മൈനസ് y1 നമുക്ക് h എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹാഫ് റോ v1 സ്ക്വയർ പ്ലസ് റോ ജി എച്ച് പ്ലസ് പി മൈനസ് പി എ എന്ന് വന്നു. ഇനി ഈ 2ഉം റോനെയും ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ റോനെ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ റോനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള റോയും താഴെയുള്ള റോയും കട്ട് ചെയ്യും. ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 2gh വരും. ഓക്കെ, ഈ 2 ദാ ഇവിടേക്ക് വരും. അപ്പോൾ 2 ഇൻറ്റു പി മൈനസ് പി എ ഡിവൈഡ് ചെയ്ത റോ ദാ ഇവിടെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ റൂട്ട് എടുത്താൽ മതി. ദാറ്റ് ഈസ് v1 ഈസ് റൂട്ട് ഓഫ് 2gh പ്ലസ് 2 ഇൻറ്റു പി മൈനസ് പി എ ഡിവൈഡഡ് ബൈ റോ എന്നുള്ള ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മുകൾ ഭാഗം ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഈ പി എന്നുള്ളതിന് പകരം അവിടെ പി എ എന്നല്ലേ വരിക. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും വരിക. ദാറ്റ് ഈസ് P will be equal to, at that time P will be equal എന്നായിരിക്കും PA ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ P മൈനസ് പി എ എന്നുള്ളടത്ത് P എന്നുള്ളത് എന്തായിട്ട് മാറും? PA മൈനസ് പി എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോകും. അപ്പോൾ v1 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2gh എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ചില സമയത്ത് ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറയാറുണ്ട് അറിയോ? അതായത് ഒരു ടാങ്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം ഈ v ഈക്വൽ റൂട്ട് 2gh എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്ക് ഒരു ഹൈറ്റിൽ നിന്ന്, അതായത് നമ്മളൊരു ബോൾ താഴേക്ക് ഇടുകയാണെങ്കിൽ h ഹൈറ്റ് താഴേക്ക് എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് v ഈക്വൽ റൂട്ട് 2gh, അതായത് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ. അപ്പോൾ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റിയുടെ അതേ ഇക്വേഷൻ തന്നെയാണ് എവിടെയും വരുന്നത്, ഇവിടെയും വരുന്നത്. എങ്ങനെയാണ്? അറ്റ് ഹൈറ്റ് h താഴെ, കണ്ടോ? അറ്റ് ഹൈറ്റ് h താഴെ ഡിസ്റ്റൻസിൽ ഇവിടെയും വെലോസിറ്റി എത്രയാണ്? റൂട്ട് ഓഫ് 2gh ആണ്. എപ്പോഴാണെങ്കിൽ മാത്രം? ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ മാത്രം. ഇതാണ് ടോറിസെല്ലീസ് ലോ ഓഫ് ഇതെന്ന് പറഞ്ഞാൽ. അടുത്തത് എക്സ്പ്രഷൻ ഫോർ എന്താണ്? ടെർമിനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ്. എന്താ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ മഴത്തുള്ളി, ശരിക്ക് നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കുറച്ച് ഉയർത്തുന്ന തന്നെ ഞാനൊരു കല്ലെടുത്ത് എൻ്റെ താഴേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? എനിക്ക് ഭയങ്കര വേദന ഉണ്ടാവും. പക്ഷേ നമ്മുടെ ആകാശത്തു നിന്ന് വരുന്ന മഴത്തുള്ളികൾ അത് നമ്മുടെ തലയ്ക്ക് വീണാലും നമുക്കൊന്നും പറ്റണില്ല. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ അത് mg എന്നുള്ള ഫോഴ്സ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ മഴത്തുള്ളി എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് 6 ആണെന്നുണ്ടെങ്കിൽ താഴേക്ക് mg എന്നുള്ള ഫോഴ്സ് ഉണ്ടാവും. പക്ഷേ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ബോയൻറ്റ് ഫോഴ്സും ഉണ്ടാവും, ദെൻ അതേപോലെ വിസ്കസ് ഫോഴ്സും ഉണ്ടാവും അല്ലേ? ബോയൻറ്റ് ഫോഴ്സും ഉണ്ടാവും, പിന്നെ ഫ്രിക്ഷൻ താഴേക്ക് വരുമ്പോൾ എയർ ഇങ്ങനെ മുകളിലേക്ക് ഫ്രിക്ഷൻ കൊടുക്കൂലേ? അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സും എങ്ങോട്ടേക്ക് ഉണ്ടാവും? മുകളിലേക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഈ ബോയൻറ്റ് ഫോഴ്സും ഫ്രിക്ഷൻ, അതായത് ഈ താഴേക്ക് ഫോഴ്സും മുകളിലേക്കുള്ള ഫോഴ്സും ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് അവിടെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. എന്തായിരിക്കും പറയാ? അവിടുത്തെ നെറ്റ് ഫോഴ്സ്, ടോട്ടൽ നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് മാറും. അപ്പോൾ ഫോഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ആക്സലറേഷൻ ഉണ്ടാവില്ല അല്ലേ? മഴത്തുള്ളിന്റെ കാര്യം പറയുന്നത്. ഇപ്പൊ ആ ബോഡിക്ക് എന്തില്ല? ഫോഴ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ 0 ആയിട്ട് മാറി. ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. വെലോസിറ്റി എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്തു? അവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് താഴേക്ക് ഇങ്ങനെ വീഴുന്നത് കൊണ്ടാണ് വളരെ കുറഞ്ഞ വെലോസിറ്റി നമ്മൾ തലയിലേക്ക് വന്നിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാത്? ഫീൽ ചെയ്യാത്. അപ്പോൾ ആ വെലോസിറ്റിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ടെർമിനൽ വെലോസിറ്റി. അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ റെയിൻ ഡ്രോപ്പ് ആണെങ്കിൽ താഴേക്ക് mg വെയിറ്റ് ഉണ്ടാവും, മുകളിലേക്ക് ബോയൻറ്റ് ഫോഴ്സ് ഉണ്ടാവും, മുകളിലേക്ക് പിന്നെ എന്തുണ്ടാവും? വിസ്കസ് ഫോഴ്സും ഉണ്ടാവും അല്ലേ? അപ്പോൾ mg, m എന്ന് പറഞ്ഞാൽ മാസ് അല്ലേ? മാസ് നമ്മൾ ഡെൻസിറ്റിന്റെ ടേമിലേക്ക് എഴുതുമ്പോൾ എന്താ വരിക? ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ? അപ്പോൾ ഇത് സ്ഫിയർ ആകുമ്പോൾ വോളിയം എന്തായിരിക്കും? 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി. അതാണ് 4/3 പൈ ആർ ക്യൂബ് ജി എന്ന് പറഞ്ഞാൽ. പിന്നെ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, സ്റ്റോക്സ് ലോ പ്രകാരം 6 പൈ ഈറ്റ ആർ വി ആണ്, റേഡിയസ് 6 ആണെങ്കിൽ. പിന്നെ അടുത്ത് ബോയൻറ്റ് ഫോഴ്സ് ആണ്. ബോയൻറ്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ 4/3 പൈ ആർ ക്യൂബ് സിഗ്മ ജി ആണ്. കാരണം ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ബോഡിയാണ്, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ് അല്ലേ? അപ്പോൾ ശരിക്ക് ഈ ബോയൻറ്റ് ഫോഴ്സ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ, ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്
എത്രത്തോളം ഫ്ലൂയിഡ് ആണ് ഡിസ്പ്ലേസ് ചെയ്ത് പോയെന്നുള്ളതാണ് നമ്മൾ ബോയിന്റ് ഫോഴ്സിന്റെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ മാസ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ജി ആയിരിക്കും വരും. എം ജി ആണല്ലോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ മാസ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് പറഞ്ഞാൽ അത് ബോഡിയുടെ മാസ് തന്നെയല്ലേ അല്ലേ? എത്രത്തോളം ബോഡി ഇതിനുള്ളിലേക്ക് വന്നോ അത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മാസ് ഓഫ് ബോഡി ഇൻറ്റു ജി എന്ന് വരും. അപ്പോൾ മാസ് ഓഫ് ബോഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ബോഡി ഇൻറ്റു ജി. അപ്പോൾ വോളിയം ഓഫ് ബോഡി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി മാസ് ഇവിടുത്തെ ഡെൻസിറ്റി എത്രയാണ്? സിഗ്മയാണ്. ഡെൻസിറ്റി ഓഫ് ബോഡി സിഗ്മയാണ്. ദെൻ വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു ജി എന്ന് വരും. വോളിയം ഓഫ് ദ ബോഡി എന്ന് തന്നെയായിരിക്കും റേഡിയസ് ആർ ആയതുകൊണ്ട് 4/3 πr³ തന്നെ ആയിരിക്കും. പിന്നെ ആകെ വരുന്നത് എന്തായിരിക്കും? സിഗ്മ ഇൻറ്റു ജി എന്നായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതോ ഒരു പോയിന്റിൽ ഇവരുടെ ടോട്ടൽ അപ്വാർഡ് ഫോഴ്സും ഡൗൺവാർഡ് ഫോഴ്സും ചെയ്യുന്നുണ്ട് ഈക്വൽ ആണ്. ഈക്വലിബ്രിയം പൊസിഷനിൽ എത്തുന്നുണ്ട്. ദാറ്റ് ഈസ് അപ്വാർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവാർഡ് ഫോഴ്സ്. അപ്വാർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവാർഡ് ഫോഴ്സ് എന്ന് സാർ അവിടെ എഴുതുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡൗൺവാർഡ് ഫോഴ്സും അപ്വാർഡ് ഫോഴ്സും ഈക്വൽ ആണ് എങ്കിൽ മുകളിലേക്കുള്ള ഫോഴ്സ് ആരൊക്കെയാടാ? എഫ് ബിയും എഫ് വിയും അല്ലേ? ഒരു 6π∗RV വിസ്കസ് ഫോഴ്സും ദെൻ അതേപോലെ 4/3 πr³ സിഗ്മ ജി, അതായത് ബോയിന്റ് ഫോഴ്സും മുകളിലേക്കാണ്. താഴേക്കാണ് ആരുള്ളത്? നമ്മുടെ എം ജി ഉള്ളത്. ദാറ്റ് ഇസ് 4/3 πr³ റോ ജി. ഇനി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 4/3 πr³ ജി എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ വരിക? റോ മൈനസ് സിഗ്മ. ഇനി ഇതിൽ 6π∗R ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അതിലെ വി ആണ് നമ്മുടെ ടെർമിനൽ വെലോസിറ്റി. 4/3 πr³ ജി റോ മൈനസ് സിഗ്മ ഉണ്ടായിരുന്നു ഡിവൈഡ് ബൈ 6π∗RV. ഒരു ആറും ഇവിടെ ക്യൂബും കട്ട് ചെയ്ത് അവിടെ സ്ക്വയർ വന്നു. പയ്യും നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ 4/3 6 ആണല്ലോ അല്ലേ? അപ്പോൾ ഈ 3 × 6 ഈ 3 താഴേക്ക് വരും. 3 × 6 18 ആണ് അല്ലേ? അപ്പോൾ 4/18 അല്ലേ? അതിന് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ 2/9 എന്ന് വരും അല്ലേ? അപ്പോൾ 2/9 R² ജി റോ മൈനസ് സിഗ്മ ഡിവൈഡ് ബൈ ഈറ്റ. ഇതാണ് നമ്മുടെ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇതാണ് ഈ ഒരു കേസിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ദെൻ അവസാനത്തെ കേസിലേക്ക് പോവാണ്. അവസാനത്തെ ഇക്വേഷൻ ആണ്, അവസാനത്തെ ഡെറിവേഷൻ ആണ് ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റേസ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കേസാണ്. ഒരു ട്യൂബ് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് ആ ട്യൂബിലൂടെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം കയറി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്നാൽ പ്രഷറിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും നമ്മൾ വെള്ളമൊക്കെ ആണെങ്കിൽ ഇതേപോലൊരു സർഫസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിനർത്ഥം എന്താണ്? മുകളിലുള്ള ഫോഴ്സ് താഴെയുള്ള ഫോഴ്സിനെക്കാളും പ്രഷറിനെക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് താഴേക്ക് എന്ത് ചെയ്യുന്നത്? കുഴിഞ്ഞു വരുന്നത്. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെ വരണം അല്ലേ? ഇനിയിപ്പോൾ താഴെ ഉള്ളത് കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? പ്രഷർ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ സർഫസ് വരിക, ഈ മെനിസ്കസ് ഈ രീതിയിലാണ് വരിക. അപ്പോൾ ഇവിടുത്തെ എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ PI - P0. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 2S / R ആണ്. 2S എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷനാണ്. R എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മെനിസ്കസ് അല്ലേ? അതൊരു സ്ഫിയർ അല്ലേ? ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് R എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു സാധനം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് ക്യൂബിൻ്റെ ലെങ്ത്, അതായത് ടോട്ടൽ വിടുത്താണ്, ക്യൂബിൻ്റെ വിടുത്താണ്. ആ ക്യൂബിൻ്റെ വിടുത്ത് നമ്മൾ ടോട്ടൽ 2A എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി ഈ പോയിന്റ് നമ്മൾ A അല്ലേ? ഇത് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ റേഡിയസ് എന്തായിരിക്കും? R ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ, ഇതൊരു ട്രയാംഗിൾ, നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അവിടെ കിട്ടി. അപ്പോൾ ഇത് ഞാൻ തീറ്റ എടുക്കുമ്പോൾ cos θ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഇസ് A/R ആണ്. അങ്ങനെയാണെങ്കിൽ R = എന്തായിരിക്കും വരിക? A/cos θ. R = എന്തായിരിക്കും ഇവിടെ? A/cos θ എന്നുള്ള ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ഈ ഇക്വേഷനിൽ ആറിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്? A/cos θ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ cos θ മുകളിലേക്ക് പോയാൽ 2S cos θ ഡിവൈഡഡ് ബൈ A എന്നാണ് എടുത്തിട്ടുള്ളത് അല്ലേ? ഇവിടെ ശരിക്കും 6 അല്ലേ? അല്ല ഓക്കെ 2S cos θ ഡിവൈഡ് ബൈ A എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് അറിയാവുന്ന കേസാണ്. ഇവിടെയും അറ്റ്മോസ്ഫിയർ ആണ്, ഇവിടെയും അറ്റ്മോസ്ഫിയർ ആണ്, ഇവിടെയും അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ? അപ്പോൾ ഈ പോയിന്റിലും ഈ പോയിന്റിലുള്ള പ്രഷർ സെയിം, അല്ലെങ്കിൽ ഒരേ ഹൊറിസോണ്ടൽ ലെവലിലുള്ള പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് വെച്ച് പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ സെയിം ആയിരിക്കണം. അപ്പോൾ പ്രഷർ അറ്റ് A എന്നുള്ളത് ഞാൻ PI എന്ന് എടുക്കുകയാണെങ്കിൽ പ്രഷർ അറ്റ് B എന്തായിരിക്കും? PI ആയിരിക്കും. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഈ പ്രഷർ അറ്റ് PI ഇവിടെ വരുന്ന പ്രഷർ ആരൊക്കെ ഉണ്ടാവും? ഹൈറ്റിൻ്റെ പ്രഷറും ഉണ്ടാവും, പിന്നെ ഇവിടെ നിന്നുള്ള അറ്റ്മോസ്ഫറിക് പ്രഷറും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ അത് എന്തെടുക്കുകയാണ്? PI = അറ്റ്മോസ്ഫിയർ പ്രഷർ PO പ്ലസ് പിന്നെ എന്താ ഉണ്ടാവുക? H rho g ആയിരിക്കും ഉണ്ടാവുക. PO + H rho g. അതാണ് ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ടോട്ടൽ പ്രഷർ. പ്രഷർ അറ്റ് B എന്ന് പറഞ്ഞാൽ PO + H rho g ആണ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? പ്രഷർ അറ്റ് Aക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് PI = PO + H rho g എന്ന് എടുക്കാം. ഈ PO ഞാൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ PI - PO = നമുക്ക് എന്ത് കിട്ടി? H rho g എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നോക്കാം. രണ്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്താണ്? സെയിം ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇക്വേഷൻ 2ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് H rho g, ഇക്വേഷൻ 1ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 2S cos θ ഡിവൈഡ് ബൈ എന്താണ്? A ആണ്. അപ്പോൾ ഞാൻ റോ ജി എന്നുള്ള ടേം ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? 2S cos θ. ഓക്കെ, 2S cos θ ഡിവൈഡ് ബൈ
റോ ജി ഇൻറ്റു എ. ഇതാണ് ഇവിടുത്തെ ആ ക്യാപിറ്റലറി ഹൈറ്റിൻ്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കിയിരിക്കണം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ഓക്കെ ആണെന്ന് സാർ അസ്യൂം ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും ഡെറിവേഷൻസ് ആണ് നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും നേരം എന്നെ സഹായിച്ചാൽ വേറെ ഒന്നും ഇതിനിടയിൽ പറയാത്തതെന്ന് വെച്ചാൽ അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് സാർ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ വിളിക്കാം. അതായത് ഞാൻ ഒരു കമ്മ്യൂണിറ്റി ചാനൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കമ്മ്യൂണിറ്റി ചാനൽ നമ്മൾ ഡെയിലി എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട്, +1 +2 കുട്ടികൾക്ക് മാത്രം വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റി ചാനലാണ്. അതിൽ ഞാൻ എന്ത് ചെയ്യും, ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡെയിലി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾ കിട്ടണം എന്നുള്ളത്, അത് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതിലേക്കൊന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, ആ ഒരു താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതിലേക്കൊന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ നമ്പറാണ് ഞാൻ തപ്പുന്നത്, നമ്പർ കാണുന്നില്ലല്ലോ പഠിച്ചു. ഓക്കെ, നോക്കട്ടെടാ. ഓക്കെ, ആ കമ്മ്യൂണിറ്റി ചാനലിൻ്റെ നമ്പർ ആകെ അൽക്കുലത്താണല്ലോ. ഈ നമ്പർ, ഓക്കെ, ഈ നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ. 8921582118. ഈ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ചാനൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒരു ഹായ് ഇട്ടിട്ട് എനിക്ക് ജോയിൻ ചെയ്യണം, എനിക്ക് കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യണം എന്നൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അതിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾ ഒരു മുടക്കില്ല നിർബന്ധമായിട്ട് ഫുള്ള് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.